ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ വേരുകൾ തേടിയാണ് പോകുന്നത്. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇന്നത്തെ തുർക്കിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗമായ അനറ്റോളിയയിലെ മനോഹരമായ കുന്നുകൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു ചെറിയ ഗോത്രത്തലവനായിരുന്നു ഉസ്മാൻ ഗാസി. വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്താൻ ഇറങ്ങിത്തിരിച്ച വെറുമൊരു പോരാളി മാത്രമല്ല അദ്ദേഹം, മറിച്ച് വരാനിരിക്കുന്ന 6 നൂറ്റാണ്ടുകാലം ലോകം ഭരിക്കാൻ പോകുന്ന ഓട്ടോമൻ രാജവംശത്തിൻ്റെ അടിത്തറയിട്ട ധീരനായ നേതാവ് കൂടിയാണ്. ഉസ്മാന്റെ പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേരുപോലുമുണ്ടായത്. തൻ്റെ പിതാവായ അർത്തുഗ്രുൽ ഗാസിയിൽ നിന്ന് കിട്ടിയ ചെറിയൊരു പ്രദേശത്തെ ബുദ്ധിയും ധൈര്യവും കൊണ്ട് ഒരു ലോകശക്തിയാക്കി മാറ്റിയ കഥയാണിത്. ബൈസന്റൈൻ കോട്ടകളെ വിറപ്പിച്ച പോരാട്ടങ്ങളും മലനിരകളിലൂടെ കുതിച്ചുപായുന്ന കുതിരപ്പടയാളികളും മരുഭൂമിയിലെ ചൂടിൽ നിന്ന് തണുപ്പുള്ള മലമുകളിലേക്കുള്ള ആ നാടോടി ജീവിതവുമെല്ലാം ചേർന്ന ഒരത്ഭുത യാത്രയാണിത്. പുകയുന്ന കൂടാരങ്ങളും തുരുമ്പിക്കാത്ത വാളുകളും ചതിയും പ്രതികാരവും നിറഞ്ഞ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒരു വലിയ നഗരം കീഴടക്കുന്നതിനേക്കാൾ വലിയൊരു ദർശനം ആ കണ്ണുകളിൽ എങ്ങനെ വന്നുവെന്നും ഒരു ചെറിയ ഗോത്രം എങ്ങനെ ഒരു മഹാസാമ്രാജ്യമായി വളർന്നുവെന്നും നിങ്ങൾ ഈ കഥയുടെ ഒടുവിൽ അത്ഭുതത്തോടെ മനസ്സിലാക്കും. കൺമുന്നിൽ കാണുന്ന ചെറിയ ശത്രുക്കളെയല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഭാവിയെയാണ് ഉസ്മാൻ കണ്ടത്. ആ കാഴ്ചയുടെ രഹസ്യം എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് ഏകദേശം 700-ലധികം വർഷങ്ങൾ പിന്നിലേക്ക് പോകാം. ഇന്നത്തെ തുർക്കി അന്ന് ഇന്നത്തെ പോലെ ഒരു ഏകീകൃത രാജ്യമായിരുന്നില്ല. ഒരു വശത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ബൈസന്റൈൻ സാമ്രാജ്യം, മറുവശത്ത് മംഗോളിയൻ പടയോട്ടത്തിൽ ഉലഞ്ഞു നിൽക്കുന്ന സെൽജുക് സാമ്രാജ്യം. ഈ 2 വമ്പൻ ശക്തികൾക്കുമിടയിലുള്ള ചെറിയൊരു പ്രദേശത്താണ് കൈ ഗോത്രം തമ്പടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ വലിയ കൊട്ടാരങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാത്ത പഴുക്കൻ കൂടാരങ്ങളിൽ താമസിക്കുന്ന ഒരു പറ്റം പോരാളികൾ. അവരുടെ നേതാവായിരുന്നു അർത്തുഗ്രുൽ, ഉസ്മാന്റെ പിതാവ്. അർത്തുഗ്രുൽ ഒരു പാവം മനുഷ്യനായിരുന്നില്ല കേട്ടോ, നല്ല ഒന്നാന്തരം പോരാളിയായിരുന്നു. അദ്ദേഹം തൻ്റെ ഗോത്രത്തിനു വേണ്ടി ഒരു ചെറിയ കഷണം മണ്ണ് സമ്പാദിച്ചു വച്ചിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് സോഗുട്ട്. ഈ സോഗുട്ട് എന്ന പ്രദേശം വെറുമൊരു സ്ഥലമല്ല, അത് വലിയൊരു ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു. ഉസ്മാൻ ജനിക്കുമ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ യുദ്ധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും മണമായിരുന്നു. നാടോടികളായ തുർക്ക് ഗോത്രങ്ങൾക്ക് സ്ഥിരമായൊരിടം കണ്ടെത്തുക എന്നത് അക്കാലത്ത് ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഉസ്മാൻ ജനിച്ച വർഷത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും തർക്കമുണ്ട്. ചിലർ പറയുന്നത് 1258-ലാണെന്നാണ്. അതായത് ബഗ്ദാദ് നഗരം മംഗോളിയക്കാർ തകർത്തു തരിപ്പണമാക്കിയ അതേ വർഷം. ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു സംസ്കാരം അവസാനിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പുതിയൊരെണ്ടും ജനിക്കുകയായിരുന്നുവെന്ന് നമുക്ക് പറയാം. ഉസ്മാൻ വളർന്നത് സാധാരണ കുട്ടികളെ പോലെയല്ല. കളിപ്പാട്ടങ്ങൾക്ക് പകരം ചെറിയ വാളുകളും അമ്പും വില്ലുമായിരുന്നു അവൻ്റെ പൂട്ടുകാർ. ഒരു കാര്യം ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ കാലത്ത് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കാം. അന്ന് അതൊന്നുമില്ലല്ലോ. കുതിരപ്പുറത്ത് കയറി ദിക്കുകൾ നോക്കി വേണം യാത്ര ചെയ്യാൻ. ഉസ്മാന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം തൻ്റെ പിതാവിനൊപ്പം അനട്ടോളിയയിലെ മലനിരകളിലൂടെയും വനങ്ങളിലൂടെയും ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. ഓരോ മലയും ഓരോ പുഴയും അദ്ദേഹത്തിന് സുപരിചിതമായിരുന്നു. പിതാവ് അർത്തുഗ്രുൽ തൻ്റെ മകനെ വെറുമൊരു സൈനികനായിട്ടല്ല വളർത്തിയത്, മറിച്ച് ഒരു ഭരണാധികാരിയായിട്ടാണ് വളർത്തിയത്. ആ പഴയ കാലത്തെ നാടോടി ഗോത്രങ്ങളിൽ ബേ എന്നൊരു സ്ഥാനമുണ്ട്. ഗോത്രത്തലവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അർത്തുഗ്രുൽ മരിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം ഉസ്മാന്റെ തോളിലേക്കാണ് വന്നത്. ചില ചരിത്രകാരന്മാർ പറയുന്നത്
ഉസ്മാന്റെ ഗോത്രത്തിൽ അന്ന് ആകെയുണ്ടായിരുന്നത് കുറച്ചു കുടുംബങ്ങൾ മാത്രമായിരുന്നു എന്നാണ്. വെറും 400 ടെന്റുകൾ മാത്രമുള്ള ഒരു ഗോത്രത്തിന് എങ്ങനെയാണ് ലോകം ഭരിക്കാൻ കഴിഞ്ഞത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഉസ്മാന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന് ചുറ്റുമുള്ള വലിയ സാമ്രാജ്യങ്ങൾ അഴിമതിയിലും ആഭ്യന്തര കലഹങ്ങളിലും തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബൈസന്റൈൻ ചക്രവർത്തിമാർ കോൺസ്റ്റാന്റിനോപ്പിളിലെ വലിയ കൊട്ടാരങ്ങളിലിരുന്ന് ആഡംബരം ആസ്വദിക്കുമ്പോൾ ഉസ്മാൻ തൻ്റെ കുതിരപ്പുറത്തിരുന്ന് തൻ്റെ അതിർത്തികൾ എങ്ങനെ വികസിപ്പിക്കാം എന്ന് ചിന്തിക്കുകയായിരുന്നു. ഉസ്മാൻ ഒരു ഗാസിയായിരുന്നു. ഗാസി എന്ന് വെച്ചാൽ വിശ്വാസത്തിനു വേണ്ടി പോരാടുന്ന വീരനായ പോരാളി എന്നാണ് അർത്ഥം. അന്നത്തെ കാലത്ത് ഈ പദവിക്ക് വലിയ വിലയുണ്ടായിരുന്നു. അനറ്റോളിയയിലെ പല ഭാഗങ്ങളിൽ നിന്നും പോരാളികൾ ഉസ്മാന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവർക്ക് ഉസ്മാനിൽ ഒരു പ്രത്യേകത തോന്നി. അദ്ദേഹം വെറുതെ യുദ്ധം ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ജയിക്കുന്ന ഓരോ പ്രദേശത്തും അദ്ദേഹം നീതി നടപ്പിലാക്കി. അന്നത്തെ കാലത്തെ ടാക്സ് പിരിവിനെക്കുറിച്ചൊക്കെ കേട്ടാൽ നമുക്ക് ചിരി വരും. ഇന്നത്തെ GST പോലെയൊന്നുമല്ലെങ്കിലും സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് അമിതമായി ഒന്നും പിടിച്ചു വാങ്ങാൻ ഉസ്മാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളല്ലാത്തവർ പോലും ഉസ്മാന്റെ ഭരണത്തിന് കീഴിൽ വരാൻ ആഗ്രഹിച്ചു. ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉസ്മാന്റെ ഈ തുടക്കകാലം വലിയ രേഖകളിലൊന്നും അന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഗോത്രം അന്ന് അത്രയ്ക്ക് ചെറുതായിരുന്നു. പിൽക്കാലത്ത് ഓട്ടോമൻ സാമ്രാജ്യം വലുതായപ്പോഴാണ് ചരിത്രകാരന്മാർ പിന്നിലേക്ക് നോക്കി ഈ വിവരങ്ങൾ ശേഖരിച്ചത്. അതുകൊണ്ടുതന്നെ ചില കാര്യങ്ങളിൽ ഇതിങ്ങനെയായിരിക്കാം നടന്നത് എന്നൊരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉസ്മാൻ ഒരു നാടോടി ഗോത്രത്തിൻ്റെ തലവൻ എന്ന നിലയിൽ നിന്ന് ഒരു സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിലേക്ക് വളരുന്ന ആ ഘട്ടം വളരെ ആകസ്മികമായിരുന്നു എന്ന് ചിലർ പറയുന്നു. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു എന്ന് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നു. പിതാവായ അർത്തുഗ്രുൽ മരിക്കുമ്പോൾ ഉസ്മാന്റെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു. സ്വന്തം ഗോത്രത്തിനുള്ളിലെ അധികാര തർക്കങ്ങൾ മുതൽ അയൽപക്കത്തെ ക്രൂരരായ ഗവർണർമാർ വരെ. തൻ്റെ പിതാവിൻ്റെ സഹോദരനായ ദന്താർ ബേയുമായി ഉസ്മാന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഉസ്മാൻ ആഗ്രഹിച്ചത് മുന്നോട്ടു പോകാനും പുതിയ ഇടങ്ങൾ കീഴടക്കാനുമാണ്. എന്നാൽ ദന്താർ ബേ കുറച്ചുകൂടി സുരക്ഷിതമായ മാർഗമാണ് ആഗ്രഹിച്ചത്. ഒരു പുതിയ സാമ്രാജ്യം വളരണമെങ്കിൽ പഴയ ചിന്താഗതികൾ മാറണമല്ലോ. ഉസ്മാൻ തൻ്റെ കാഴ്ചപ്പാടിൽ ഉറച്ചുനിന്നു. നമ്മുടെ ഈ കഥയിലെ ഉസ്മാൻ വെറും ഒരു പരുക്കൻ പോരാളിയല്ല. അദ്ദേഹം പ്രകൃതിയെയും മൃഗങ്ങളെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവരുടെ ജീവിതം തന്നെ കുതിരകളെയും ആടുകളെയും ആശ്രയിച്ചായിരുന്നല്ലോ. ഒരു ദിവസം തൻ്റെ കൂടാരത്തിന് പുറത്തിരുന്ന് ചായ കുടിക്കുമ്പോൾ, അന്ന് ചായയായിരുന്നോ അതോ മറ്റേതെങ്കിലും പാനീയമായിരുന്നോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല, എങ്കിലും ഒരു വിനോദത്തിന് അങ്ങനെ കരുതാം, ഉസ്മാൻ ദൂരെയുള്ള കുന്നുകളിലേക്ക് നോക്കി തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഈ കുന്നുകൾക്കപ്പുറം വലിയൊരു ലോകമുണ്ട്, അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അത് കേട്ട് ചിരിച്ചിട്ടുണ്ടാകാം. കാരണം അന്നവർക്ക് സ്വന്തമായി ഒരു കല്ലുകെട്ടിയ വീട് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഉസ്മാൻ പറഞ്ഞത് സത്യമായി മാറി. ഉസ്മാന്റെ ഗോത്രത്തിന് അക്കാലത്ത് 2 പ്രധാന ആസ്ഥാനങ്ങളാണുണ്ടായിരുന്നത്. വേനൽക്കാലത്ത് അവർ ഡൊമാനിക് എന്ന സ്ഥലത്തെ തണുപ്പുള്ള പച്ച പുതച്ച പുൽമേടുകളിലേക്ക് പോകും. ശീതകാലമാകുമ്പോൾ സൊഗുട്ടിലെ താരതമ്യേന ചൂടുള്ള താഴ്വരകളിലേക്ക് തിരിച്ചു വരും. ആലോചിച്ചു നോക്കൂ, ഓരോ 6 മാസം കൂടുമ്പോഴും വീടും സാധനങ്ങളും എല്ലാം കെട്ടിപ്പെറുക്കി വലിയൊരു കൂട്ടം ആളുകളുമായി, കുതിരകളും ആടുകളുമായി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുക എന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്തൊരു വീട് മാറാൻ നമ്മൾ പെടുന്ന പാട് ആലോചിക്കുമ്പോൾ ഈ നാടോടി ജീവിതം വലിയൊരു സാഹസം തന്നെയായിരുന്നു. ഈ യാത്രക്കിടയിലാണ് ഉസ്മാൻ തൻ്റെ ചുറ്റുമുള്ള ലോകത്തെ പഠിച്ചത്. വഴിയിലുടനീളം ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ വലിയ കോട്ടകളുണ്ട്. ആ കോട്ടകളിലെ ഗവർണർമാരെ അവർ ടെക്ഫർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ടെക്ഫർമാർക്ക് മുസ്ലിം ഗോത്രങ്ങളെ അത്ര വിശ്വാസമില്ലായിരുന്നു. എങ്കിലും അർത്തുഗ്രുൽ അവരുമായി ഒരു തരം സമാധാന കരാറിൽ ഏർപ്പെട്ടിരുന്നു. പിതാവിൻ്റെ മരണശേഷം ഉസ്മാൻ ചുമതലയേറ്റപ്പോൾ ഈ സമാധാനം നിലനിർത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഉസ്മാന്റെ പിതാവിൻ്റെ സഹോദരനായ ദന്താർ ബേ പറഞ്ഞത്, നമുക്ക് ഈ പഴയ രീതിയിൽ തന്നെ പോകാം, പുതിയ വഴക്കുകൾ ഉണ്ടാക്കണ്ട എന്നാണ്. പക്ഷേ ഉസ്മാൻ കണ്ടത് മറ്റൊന്നാണ്. ബൈസന്റൈൻ സാമ്രാജ്യം ഉള്ളിൽ നിന്ന് ദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ സൈനികർക്ക് കൃത്യമായി ശമ്പളം ലഭിച്ചിരുന്നില്ല. സാധാരണക്കാരാകട്ടെ കടുത്ത നികുതി കാരണം ഭരണകൂടത്തിന് എതിരായിരുന്നു. ഈ അവസരത്തിലാണ് ഉസ്മാൻ തൻ്റെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റാൻ തുടങ്ങിയത്.
വെറുതെ പോയി ആക്രമിക്കുന്നതിനു പകരം ശത്രുക്കളുടെ ബലഹീനതകൾ പഠിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. തൻ്റെ വിശ്വസ്തരായ സുഹൃത്തുക്കളെ കൂട്ടി അദ്ദേഹം മലനിരകളിലൂടെ രഹസ്യമായി സഞ്ചരിച്ചു. ഈ യാത്രകളാണ് പിന്നീട് വലിയ വിജയങ്ങൾക്ക് അടിത്തറയിട്ടത്. അക്കാലത്ത് അനട്ടോളിയയിലെ മണ്ണ് ചോര കൊണ്ട് നനഞ്ഞതായിരുന്നു. മംഗോളിയക്കാരുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാൻ പല തുർക്കി ഗോത്രങ്ങളും പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഓടിവരുന്നുണ്ടായിരുന്നു. അങ്ങനെ എത്തിയ നിരാലംബരായ പല പോരാളികളും ഉസ്മാന്റെ സത്യസന്ധതയിൽ വിശ്വസിച്ച് അദ്ദേഹത്തിന് കീഴിൽ അണിനിരന്നു. ഉസ്മാന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ബൈസന്റൈൻ അതിർത്തിയിലെ കാവൽക്കാർക്കൊരു തരം ഭയമുടലെടുക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം ഒരു സാധാരണ കൊള്ളക്കാരനായിരുന്നില്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഉസ്മാന്റെ ആ തുടക്കകാലം ഒരു ചെറിയ വിത്തുപാകുന്നതുപോലെയായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ ആ മണ്ണിൽ ആ വിത്ത് എങ്ങനെയാണ് പടർന്നു പന്തലിച്ചതെന്ന് നമ്മൾ കാണാൻ പോകുന്നതേയുള്ളൂ. ചില ചരിത്രകാരന്മാർ ഇന്നും അത്ഭുതപ്പെടാറുണ്ട്. എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു ഗോത്രത്തിന് അന്നത്തെ വലിയ ശക്തികളോട് എതിരിടാൻ കഴിഞ്ഞതെന്ന്? ഉസ്മാൻ തൻ്റെ ആളുകൾക്ക് നൽകിയ ഒരേയൊരു ഉറപ്പ് നീതി എന്നതായിരുന്നു. ആ വാക്കാണ് പിന്നീട് ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ മുദ്രാവാക്യമായി മാറിയതും. ഇനിയും വരാനിരിക്കുന്ന യുദ്ധങ്ങളും തന്ത്രങ്ങളും ഈ കഥയെ കൂടുതൽ ആവേശകരമാക്കും എന്നതിൽ സംശയമില്ല. ഉസ്മാന്റെ കുതിരകൾ കുതിക്കാൻ തുടങ്ങുകയാണ്. ആ കുളമ്പടി ശബ്ദം ചരിത്രത്തിൽ ഇന്നും മുഴങ്ങുന്നുണ്ട്. അർത്തുഗ്രുൾ ഗാസി വിട്ടുപോയ ആ ചെറിയ മണ്ണിൽ നിന്ന് ഉസ്മാൻ തന്റെ ഭരണം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിനു ചുറ്റും വെറും വാളുകൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അധികാരത്തിന് പകിട്ടിനേക്കാൾ ഉപരിയായി മനസ്സിന് ശാന്തി നൽകുന്ന ആത്മീയമായൊരു വഴികാട്ടിയെ ഉസ്മാൻ തേടുന്നുണ്ട്. ഈ യാത്രയിലാണ് അദ്ദേഹം ഷെയ്ഖ് എദേബാവി എന്ന മഹാനായ പണ്ഡിതനെ പരിചയപ്പെടുന്നത്. ഇന്നത്തെ തുർക്കിയിലെ ബിലേജിക് എന്ന സ്ഥലത്തായിരുന്നു ഷെയ്ഖിന്റെ ആസ്ഥാനം. അതൊരു വെറും വീടായിരുന്നില്ല, മറിച്ച് അറിവിനും ആത്മീയതയ്ക്കും വേണ്ടി ദാഹിക്കുന്നവർക്ക് അഭയം നൽകുന്ന ഒരു വലിയ കേന്ദ്രമായിരുന്നു. ഷെയ്ഖ് എദേബാലി വെറുമൊരു മതപണ്ഡിതൻ മാത്രമായിരുന്നില്ല, മറിച്ച് അഹി എന്നറിയപ്പെടുന്ന വ്യാപാരികളുടെയും കരകൗശല വിദഗ്ധരുടെയും വലിയൊരു സംഘടനയുടെ നേതാവ് കൂടിയായിരുന്നു. ഒരു പുതിയ രാജ്യം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന ഉസ്മാന് ഇത്തരമൊരു സംഘടനയുടെ പിന്തുണ എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. കാരണം യുദ്ധം ചെയ്യാൻ സൈനികർ വേണമെങ്കിൽ രാജ്യം നിലനിൽക്കാൻ കച്ചവടക്കാരും സാമ്പത്തിക ഭദ്രതയും വേണമല്ലോ. ഉസ്മാൻ ഇടയ്ക്കിടെ ഷെയ്ഖിന്റെ ഈ കേന്ദ്രം സന്ദർശിക്കാറുണ്ട്. അവിടെയുള്ള മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ആ പഴയ കെട്ടിടത്തിനുള്ളിലിരിക്കുമ്പോൾ ഉസ്മാന് വലിയൊരു സമാധാനം അനുഭവപ്പെടാറുണ്ട്. അവിടെ പുകയുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ മണവും താഴ്ന്ന സ്വരത്തിലുള്ള പ്രാർത്ഥനകളും തടിയിൽ കൊത്തുപണികൾ ചെയ്യുന്ന ശബ്ദവും എല്ലാം ചേർന്ന് ഒരു പ്രത്യേക അന്തരീക്ഷമാണ് അവിടെയുണ്ടായിരുന്നത്. രാത്രികാലങ്ങളിൽ ഉസ്മാൻ ഷെയ്ഖിന്റെ അരികിലിരുന്ന് മണിക്കൂറുകളോളം സംസാരിക്കും. ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചും എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാമെന്നതിനെക്കുറിച്ചും ഷെയ്ഖ് ഉസ്മാന് ക്ലാസുകൾ എടുത്തു നൽകും. പലപ്പോഴും ഉസ്മാൻ അവിടെ തന്നെയാണ് ഉറങ്ങാറുള്ളത്. അത്തരമൊരു രാത്രിയിലാണ് ലോക ചരിത്രത്തെ തന്നെ നിർവചിച്ച ആ പ്രശസ്തമായ സ്വപ്നം ഉസ്മാൻ കാണുന്നത്. ചരിത്രകാരന്മാർക്കിടയിൽ ഈ സ്വപ്നത്തെക്കുറിച്ച് വലിയ തർക്കങ്ങൾ നടക്കാറുണ്ട്. ചിലർ പറയുന്നത് ഇത് പിന്നീട് വന്ന ചരിത്രകാരന്മാർ ഓട്ടോമൻ രാജവംശത്തിന് ഒരു ദൈവിക പരിവേഷം നൽകാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നാണ്. എന്നാൽ മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഉസ്മാന്റെ ആ വലിയ ലക്ഷ്യബോധത്തിന്റെ പ്രതിഫലനമായിരുന്നു ആ സ്വപ്നമെന്നാണ്. ഏതായാലും ആ സ്വപ്നം ഇന്നും ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായൊരു ദർശനമായി കണക്കാക്കപ്പെടുന്നു. ആ രാത്രിയിൽ ഷെയ്ഖിന്റെ വീട്ടിലെ ഒരു ചെറിയ മുറിയിൽ ഉറങ്ങാൻ കിടന്ന ഉസ്മാൻ ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് ജനലിലൂടെ നോക്കിക്കിടക്കുകയായിരുന്നു. പുറത്ത് ചീവീടുകളുടെ ശബ്ദവും തണുത്ത കാറ്റും മാത്രം. പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണ ഉസ്മാൻ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ആ സ്വപ്നത്തിൽ ഷെയ്ഖ് എദേബാലിയുടെ നെഞ്ചിൽ നിന്ന് ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു വരുന്നത് ഉസ്മാൻ കണ്ടു. ആ ചന്ദ്രൻ പതുക്കെ ആകാശത്തിലൂടെ നീങ്ങി ഉസ്മാന്റെ സ്വന്തം നെഞ്ചിലേക്ക് വന്ന് ലയിച്ചു. ഇതൊരു സിനിമയിലെ സ്പെഷ്യൽ ഇഫക്റ്റ് പോലെ തോന്നുമെങ്കിലും അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾക്ക് വലിയ അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു. ചന്ദ്രൻ തൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ ഉസ്മാന്റെ നാഭിയിൽ നിന്ന് ഒരു വലിയ മരം മുളച്ചു വരാൻ തുടങ്ങി. അതൊരു സാധാരണ മരമായിരുന്നില്ല. കൺമുന്നിൽ വെച്ച് തന്നെ ആ മരം ആകാശത്തോളം ഉയരത്തിൽ വളർന്നു. അതിൻ്റെ ചില്ലകൾ ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്കും പടർന്നു പന്തലിച്ചു. പച്ച പുതച്ച ആ വലിയ മരത്തിൻ്റെ തണൽ
ഭൂമി മുഴുവൻ മൂടുന്നത് ഉസ്മാൻ കൗതുകത്തോടെ നോക്കി നിന്നു. ഈ ദർശനം വെറുമൊരു മനോഹരമായ കാഴ്ച മാത്രമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്നൊരു മഹാസാമ്രാജ്യത്തിൻ്റെ രൂപരേഖയായിരുന്നു അത്. ആ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ 4 വലിയ മലനിരകൾ ഉസ്മാൻ കണ്ടു. അത് കോക്കസസ്, അറ്റ്ലസ്, ടോറസ്, ബാൽക്കൺ എന്നീ മലനിരകളായിരുന്നു. ഈ മലനിരകളുടെ ഇടയിലൂടെ 4 വലിയ നദികൾ ഒഴുകുന്നുണ്ടായിരുന്നു. ടൈഗ്രിസ്, യൂഫ്രട്ടീസ്, നൈൽ, ഡാന്യൂബ് എന്നിവയായിരുന്നു ആ നദികൾ. ആലോചിച്ചു നോക്കൂ, ഒരു ചെറിയ കൂടാരത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ ലോകത്ത് ഇത്രയും വലിയ ഭൂപ്രദേശങ്ങളെ തൻ്റെ സ്വപ്നത്തിൽ കാണുക എന്നത് എത്ര വലിയ കാര്യമാണ്. മരത്തിലെ ഇലകൾ താളുകളെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു കാറ്റ് വീശിയപ്പോൾ ആ ഇലകളെല്ലാം ഒരു ദിശയിലേക്ക് തിരിഞ്ഞു. അത് ലോകത്തിൻ്റെ ഹൃദയമെന്ന് വിളിക്കപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തിന് നേരെയായിരുന്നു. ആ നഗരം 2 കടലുകൾക്കിടയിലുള്ള ഒരു മോതിരത്തിലെ രത്നം പോലെ ഉസ്മാന് തോന്നി. ആ മോതിരം തൻ്റെ വിരലിൽ അണിയാൻ തുടങ്ങുമ്പോഴാണ് ഉസ്മാൻ ഞെട്ടി ഉണർന്നത്. ഉണർന്നപ്പോൾ ഉസ്മാൻ്റെ ദേഹം ആകെ വിയർത്തിരുന്നു. പുറത്ത് നേരം വെളുത്തു വരുന്നേയുള്ളൂ. കണ്ട കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ നിന്ന് മായുന്നതിനു മുൻപ് തന്നെ അദ്ദേഹം ഷെയ്ഖ് എദീബ് അലിയുടെ അടുത്തേക്ക് ഓടി. നടന്ന കാര്യങ്ങളെല്ലാം ഓരോന്നായി വിവരിച്ചു കൊടുത്തു. ഷെയ്ഖ് ശാന്തനായി ഉസ്മാൻ പറയുന്നത് കേട്ടിരുന്നു. അവസാനം ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, മകനെ, നിനക്ക് സന്തോഷിക്കാം. ദൈവം നിനക്കും നിന്റെ സന്തതികൾക്കും വലിയൊരു സാമ്രാജ്യം നൽകാൻ പോകുന്നു. എൻ്റെ മകൾ നിന്റെ ഭാര്യയാവും. നിങ്ങളുടെ വംശം ലോകം മുഴുവൻ പടരും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉസ്മാനുണ്ടായ ആവേശം എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അന്ന് ഉസ്മാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഷെയ്ഖിൻ്റെ മകളായ മൽഹൂൻ ഹാത്തൂനെയായിരുന്നു. അതിനു മുൻപ് പലതവണ ചോദിച്ചിട്ടും ഷെയ്ഖ് സമ്മതം മൂളിയിരുന്നില്ല. എന്നാൽ ഈ സ്വപ്നം കാര്യങ്ങൾ മാറ്റിമറിച്ചു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉസ്മാൻ ഈ സ്വപ്നത്തെ വെറുമൊരു മനോരാജ്യമായി തള്ളിക്കളഞ്ഞില്ല. പകരം അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കഠിനമായ അധ്വാനം അദ്ദേഹം തുടങ്ങി. ഒരു മരം വളരണമെങ്കിൽ അതിന് നല്ല വേരുകൾ വേണമല്ലോ. ഉസ്മാൻ തൻ്റെ ഭരണ സംവിധാനത്തെ ആ മരത്തിൻ്റെ വേരുകൾ പോലെ ശക്തമാക്കി. ഷെയ്ഖ് എദേഖൊലിയുടെ പിന്തുണ ലഭിച്ചതോടെ അഹി സംഘടനയിലെ ആയിരക്കണക്കിന് ആളുകൾ ഉസ്മാൻ്റെ കൂടെ അണിനിരന്നു. ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു. പണ്ഡിതന്മാരും വ്യാപാരികളും പോരാളികളും ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിച്ചു. ഇന്നത്തെ കാലത്ത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ വലിയ ഇൻവെസ്റ്റർമാരെ നോക്കുന്നതുപോലെ അന്ന് ഉസ്മാന് കിട്ടിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ആത്മീയ പിൻബലമായിരുന്നു. ഷെയ്ഖ് എദീബ് അലി ഉസ്മാന് നൽകിയ ചില ഉപദേശങ്ങൾ ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകനെ, നീ ഇപ്പോൾ നേതാവാണ്. ഇനി മുതൽ കോപം നമുക്കുള്ളതാണ്, സഹനം നിനക്കുള്ളതാണ്, തെറ്റുകൾ നമുക്കുള്ളതാണ്, തിരുത്തലുകൾ നിനക്കുള്ളതാണ് എന്നായിരുന്നു അതിലൊന്ന്. ഒരു ഭരണാധികാരിക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം ക്ഷമയാണെന്ന് ഷെയ്ഖ് തൻ്റെ ഈ വാക്കുകളിലൂടെ ഉസ്മാനെ പഠിപ്പിച്ചു. ഉസ്മാൻ ഇത് അക്ഷരം പ്രതി പാലിച്ചു. അദ്ദേഹം തൻ്റെ പോരാളികളോട് പറഞ്ഞു, നമ്മൾ വെറുതെയല്ല യുദ്ധം ചെയ്യുന്നത്, നമ്മളൊരു നീതിയുടെ തണൽ നിർമ്മിക്കുകയാണ്. സ്വപ്നത്തിൽ കണ്ട ആ വലിയ മരത്തിൻ്റെ തണൽ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അനുഭവപ്പെടണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ചില നർമ്മം കലർന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഉസ്മാൻ തൻ്റെ സുഹൃത്തുക്കളോട് ഈ സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അവരൊരുപക്ഷെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം. നമുക്ക് ഇരിക്കാൻ പോലും സ്വന്തമായൊരു കോട്ടയില്ല, അപ്പോഴാണ് അദ്ദേഹം ലോകം മുഴുവൻ പടരുന്ന മരത്തെക്കുറിച്ച് പറയുന്നത് എന്നവർ രഹസ്യമായി ചിന്തിച്ചിരിക്കാം. എന്നാൽ ഉസ്മാൻ്റെ ആത്മവിശ്വാസം അവരിലൊക്കെ വലിയ മാറ്റമുണ്ടാക്കി. ആ സ്വപ്നത്തിന് ശേഷം ഉസ്മാൻ കൂടുതൽ ഗൗരവത്തോടെ കാര്യങ്ങൾ നീക്കി. തൻ്റെ ഓരോ ചുവടുവെപ്പും ആ വലിയ മരത്തിലേക്കുള്ള ദൂരമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ലോകം മുഴുവൻ ഒരു സാമ്രാജ്യത്തിന് കീഴിൽ വരിക എന്ന വലിയ സ്വപ്നം സൊഗുട്ടിലെ ആ ചെറിയ മണ്ണിൽ നിന്ന് അങ്ങനെയാണ് മുളപൊട്ടിയത്. സ്വപ്നത്തിൽ കണ്ട ആ മോതിരം തൻ്റെ വിരലിൽ അണിയാൻ ഉസ്മാൻ ഇനി എത്ര ദൂരം സഞ്ചരിക്കണം? ഉസ്മാൻ തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ചുറ്റുമുള്ള വലിയ കല്ലുകോട്ടകളായിരുന്നു. സോഗുട്ടിനു ചുറ്റും ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ വലിയ കോട്ടകളും അവ ഭരിക്കുന്ന ടെക്ഫർമാരുമുണ്ടായിരുന്നു. ഇന്നത്തെ തുർക്കിയുടെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്തെ കാടുകളും മലകളും നിറഞ്ഞ ആ പ്രദേശം അന്ന് വളരെ അപകടം പിടിച്ചതായിരുന്നു. പ്രധാനമായും 3 ടെക്ഫർമാരായിരുന്നു ഉസ്മാൻ്റെ അയൽക്കാർ: ബിലജിക്, ഇനേഗോൾ, പിന്നെ യാർഹിസാർ. ഇതിൽ ഇനേഗോളിലെ ടെക്ഫറായ നിക്കോള ഒട്ടും നല്ലവനല്ലായിരുന്നു. അയാൾക്ക് ഉസ്മാനെയും അദ്ദേഹത്തിൻ്റെ വളർച്ചയെയും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.
എന്നാൽ ബിലജിക്കിലെ ടെക്ഫറുമായി ഉസ്മാന് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധങ്ങൾക്കിടയിലൂടെ ഉസ്മാൻ പയറ്റിയ തന്ത്രങ്ങൾ ഏതൊരു ആധുനിക രാഷ്ട്രീയക്കാരനെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഉസ്മാന്റെ കയ്യിൽ അന്ന് വലിയ പീരങ്കികളോ മതിലുകൾ തകർക്കാൻ വലിയ യന്ത്രങ്ങളോ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആകെ സമ്പാദ്യം വേഗതയുള്ള കുതിരകളും ഒളിപ്പോരിൽ മിടുക്കരായ ഒരു കൂട്ടം ആൽപ്പുകളും മാത്രമായിരുന്നു. ആലോചിച്ചു നോക്കൂ, ഒരു വശത്ത് 200-ലധികം വർഷം പഴക്കമുള്ള വലിയ കോട്ടയ്ക്കുള്ളിൽ ആയുധങ്ങൾ സംഭരിച്ചുവെച്ച സൈന്യം, മറുവശത്ത് പരുക്കൻ തോൽ വസ്ത്രങ്ങൾ ധരിച്ച കാടിന്റെ ഓരോ മുക്കും മൂലയും അറിയുന്ന ഉസ്മാന്റെ പോരാളികൾ. ഉസ്മാന്റെ ആദ്യകാല തന്ത്രമെന്നത് മധുരത്തിൽ പൊതിഞ്ഞ യുദ്ധമെന്നതായിരുന്നു. ഉദാഹരണത്തിന് കൈഗോത്രം തങ്ങളുടെ ആടുകളെയും കമ്പിളിയെയും വിൽക്കാൻ ബിലജിക്കിലെ ചന്തയിലാണ് പോയിരുന്നത്. ശത്രുക്കളുടെ കോട്ടയ്ക്കുള്ളിൽ വെച്ച് കച്ചവടം നടത്തുമ്പോൾ തന്നെ ആ കോട്ടയുടെ ബലഹീനതകൾ ഉസ്മാന്റെ ആളുകൾ കണ്ണുവെക്കും. ചന്തയിൽ വെച്ച് ടെക്ഫർമാരുമായി ചിരിച്ചു സംസാരിക്കുമ്പോഴും ഉസ്മാന്റെ ഉള്ളിൽ അടുത്ത വിജയത്തിനായുള്ള കണക്കുകൂട്ടലുകൾ നടക്കുന്നുണ്ടാകും. ഇതൊരു തരം കോൾഡ് വാർ പോലെയായിരുന്നു. പുറമേ എല്ലാവരും സുഹൃത്തുക്കൾ, എന്നാൽ ഉള്ളിൽ ആരാണ് ആദ്യം ആക്രമിക്കുക എന്ന ഭയം. ഈ സമയത്താണ് ചരിത്രത്തിലെ ഏറ്റവും രസകരമായ ഒരു സൗഹൃദം ഉടലെടുക്കുന്നത്. ഹർമാൻ കായ എന്ന കോട്ടയിലെ ടെക്ഫറായിരുന്നു കൊസെ മിഹാൽ. അദ്ദേഹം ഒരു ബൈസന്റൈൻ ക്രൈസ്തവനായിരുന്നു. എന്നാൽ ഉസ്മാന്റെ സത്യസന്ധതയും നീതിയും കണ്ടപ്പോൾ അദ്ദേഹം അമ്പരന്നുപോയി. ഉസ്മാൻ വെറുമൊരു കൊള്ളക്കാരനല്ലെന്നും വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്നും മിഹാൽ തിരിച്ചറിഞ്ഞു. അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളമായിരുന്നു എന്ന് ചോദിച്ചാൽ ഉസ്മാൻ തന്റെ പല രഹസ്യ ദൗത്യങ്ങളിലും മിഹാലിന്റെ ഉപദേശങ്ങൾ തേടാറുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. ആയുധം കൊണ്ട് കീഴടക്കുന്നതിനേക്കാൾ വലിയ വിജയങ്ങൾ ഉസ്മാൻ നേടിയത് ഇത്തരം ബന്ധങ്ങളിലൂടെയായിരുന്നു. പക്ഷേ എല്ലാവരും മിഹാലിനെ പോലെ ആയിരുന്നില്ലല്ലോ. ഇനേഗോളിലെ നിക്കോള ഉസ്മാനെ ചതിക്കാൻ പ്ലാനുകൾ തയ്യാറാക്കി. ഉസ്മാന്റെ ആടുകളെയും ജനങ്ങളെയും ആക്രമിക്കാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ അയൽക്കാരുമായി പാർക്കിങ്ങിനെ ചൊല്ലിയോ മറ്റോ തർക്കിക്കുന്നത് പോലെ ആയിരുന്നില്ല അന്ന്. ഒരു ചെറിയ അതിർത്തി തർക്കം പോലും വലിയൊരു കൂട്ടക്കൊലയിൽ അവസാനിക്കുമായിരുന്നു. ഉസ്മാൻ തൻ്റെ ആളുകളോട് എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ ആദ്യം വാളെടുക്കില്ല, പക്ഷേ ആരെങ്കിലും നമുക്ക് നേരെ വാൾ ഓങ്ങിയാൽ അത് തിരിച്ചുറയിൽ വയ്ക്കാൻ നമ്മൾ അനുവദിക്കില്ല. ഉസ്മാന്റെ സൈനികർ വെറും കൂലിപ്പടയാളികളല്ലായിരുന്നു. അവർ ഉസ്മാന്റെ ആൽപ്പുകളായിരുന്നു. തുർഗുത്ത് ആൽപ്പ്, കോനൂർ ആൽപ്പ് തുടങ്ങിയ വീരന്മാർ അക്കാലത്തെ സൂപ്പർ ഹീറോകളായിരുന്നു. അവരുടെ കയ്യിലെ കോടാലികളും വാളുകളും ബൈസന്റൈൻ സൈനികരുടെ കയ്യിലെ വലിയ കവചങ്ങളെ നിഷ്പ്രഭമാക്കി. യുദ്ധം വെറും കായികബലം മാത്രമല്ല, മറിച്ച് മനസ്സിൻ്റെ കളി കൂടിയാണെന്ന് ഉസ്മാൻ അവരെ പഠിപ്പിച്ചു. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കമുണ്ട്. ഉസ്മാൻ ഈ പോരാട്ടങ്ങൾ നടത്തിയത് മതം പ്രചരിപ്പിക്കാനാണോ അതോ കൂടുതൽ ഭൂമി കൈക്കലാക്കാനാണോ എന്ന്. ഈ ചർച്ചയെ ഗാസ തീസിസ് എന്നാണ് വിളിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറയുന്നത് ഉസ്മാൻ ഒരു വിശുദ്ധ പോരാളിയായിരുന്നു എന്നാണ്. എന്നാൽ മറ്റു ചിലർ കരുതുന്നത് അദ്ദേഹം ഒരു പ്രായോഗിക ബുദ്ധിയുള്ള നേതാവായിരുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും ഒരു മിശ്രിതമായിരുന്നു ഉസ്മാൻ. അദ്ദേഹം തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. അതേസമയം തന്നെ ഒരു പുതിയ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ പുതിയ പ്രദേശങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ ചെറിയ വിജയങ്ങൾ ഉസ്മാനെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. 1284 നടന്ന മൗണ്ട് അർമേനിയ യുദ്ധമായിരുന്നു ഉസ്മാന്റെ ആദ്യത്തെ പ്രധാന സൈനിക പരീക്ഷണം. ഇനേഗോളിലെ നിക്കോളയുടെ ചതി മനസ്സിലാക്കിയ ഉസ്മാൻ തൻ്റെ പോരാളികളുമായി മലനിരകളിൽ തമ്പടിച്ചു. ഈ യുദ്ധത്തിൽ ഉസ്മാന് വലിയൊരു നഷ്ടം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായ ബൈഹോക്ക ഈ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടു. ഒരു യുവ പോരാളിയുടെ മരണം ഉസ്മാനെ തളർത്തിയില്ല, പകരം അദ്ദേഹത്തിൻ്റെ വാശി വർദ്ധിപ്പിച്ചു. വൈകാരികമായി തകരുന്നതിനു പകരം ഉസ്മാൻ ചിന്തിച്ചത് എങ്ങനെ തിരിച്ചടിക്കാമെന്നായിരുന്നു. ആ വർഷം തന്നെ അദ്ദേഹം ബൈസന്റൈൻ കോട്ടയായ കുലൂഗാഹിസർ ലക്ഷ്യമാക്കി നീങ്ങി. ഇതൊരു ചരിത്രപ്രധാനമായ നീക്കമായിരുന്നു. കുലൂഗാഹിസർ കോട്ട പിടിച്ചടക്കിയ രീതി വളരെ കൗതുകകരമാണ്. രാത്രിയുടെ മറവിൽ ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഉസ്മാനും സംഘവും കോട്ടയിലേക്ക് കടന്നത്. വലിയ ശബ്ദമുണ്ടാക്കി ആക്രമിക്കുന്നതിനു പകരം ശത്രുക്കളുടെ ശ്രദ്ധ തിരിച്ച് തന്ത്രപരമായ രീതിയിലാണ് അവർ കോട്ട കീഴടക്കിയത്. ഒരു നാടോടി ഗോത്രം തങ്ങളുടെ ആദ്യത്തെ കോട്ട സ്വന്തമാക്കുന്ന നിമിഷമായിരുന്നു അത്. ആലോചിച്ചു നോക്കൂ, അതുവരെ കൂടാരങ്ങളിൽ ഉറങ്ങിയിരുന്ന പോരാളികൾ ഇപ്പോൾ കല്ലുകൊണ്ട് കെട്ടിയ വലിയൊരു കോട്ടയ്ക്കുള്ളിൽ നിൽക്കുന്നു. ഉസ്മാൻ തൻ്റെ ആളുകൾക്ക് നൽകിയ നിർദ്ദേശം വളരെ ലളിതമായിരുന്നു.
കീഴടങ്ങിയവരെ ഉപദ്രവിക്കരുത്. സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കണം. അന്നത്തെ കാലത്ത് യുദ്ധം കഴിഞ്ഞാൽ കൊള്ളയടിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ ഉസ്മാൻ തൻ്റെ സൈനികരെ അതിൽ നിന്ന് വിലക്കി. ഈ വിജയം അയൽപ്പക്കത്തെ ടെക്ഫർമാരെ ഞെട്ടിച്ചു കളഞ്ഞു. തങ്ങൾ പുച്ഛത്തോടെ നോക്കിക്കണ്ടിരുന്ന ആ ആട്ടിടയം ഒരു കോട്ട പിടിച്ചെടുത്തിരിക്കുന്നു. നിക്കോളയ്ക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം കൂടുതൽ വലിയ സൈന്യത്തെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഉസ്മാൻ അവിടെയും ബുദ്ധിപൂർവം പ്രവർത്തിച്ചു. അദ്ദേഹം പിടിച്ചടക്കിയ സ്ഥലങ്ങളിൽ പുതിയ ഭരണരീതികൾ കൊണ്ടുവന്നു. കച്ചവടക്കാർക്ക് സംരക്ഷണം നൽകി. കുലൂഗ ഹിസറിലെ ക്രൈസ്തവർ പോലും ഉസ്മാന്റെ ഭരണം പഴയ ടെക്ഫറുടേതിനേക്കാൾ മികച്ചതാണെന്ന് തിരിച്ചറിഞ്ഞു. കുറഞ്ഞ നികുതിയും ഉയർന്ന സുരക്ഷയും ആരെയാണ് ആകർഷിക്കാത്തത്? ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഉസ്മാന്റെ ആൽപ്പുകൾ പലപ്പോഴും വേഷം മാറിയാണ് ശത്രുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. ചിലപ്പോൾ അവർ വ്യാപാരികളായും മറ്റു ചിലപ്പോൾ യാത്രികരായും കോട്ടകൾക്കുള്ളിൽ കയറും. ഇന്നത്തെ കാലത്തെ ജെയിംസ് ബോണ്ട് സിനിമകളിലെ സ്പൈമാരെ പോലെ അന്നീ പോരാളികൾ പ്രവർത്തിച്ചു. അവരുടെ ബുദ്ധിയും ഉസ്മാന്റെ തീരുമാനങ്ങളും ചേർന്നപ്പോൾ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ പതുക്കെ ഇടിയാൻ തുടങ്ങി. ഇനേഗോളും ബിലിജിക്കും പതുക്കെ ഉസ്മാന്റെ വരുതിയിലേക്ക് വരാൻ തുടങ്ങി. ഇത് വെറുമൊരു മണ്ണ് പിടിക്കൽ മത്സരമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മവിശ്വാസം വളർത്തുന്ന പ്രക്രിയയായിരുന്നു. ഉസ്മാന്റെ ഈ ആദ്യകാല വിജയങ്ങൾ വരാനിരിക്കുന്ന വലിയ വിപ്ലവത്തിന്റെ സൂചന മാത്രമായിരുന്നു. ഒരു ചെറിയ കാട്ടുതീ പടർന്ന് പന്തലിക്കുന്നതുപോലെ ഉസ്മാന്റെ പ്രശസ്തി അനറ്റോളിയ മുഴുവൻ വ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ വിജയവും കേട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ പോരാളികൾ സോഗൂട്ടിലേക്ക് ഒഴുകിയെത്തി. തന്റെ അമ്പും വില്ലും കയ്യിലെടുത്ത് ഉസ്മാൻ അടുത്ത ലക്ഷ്യത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. അദ്ദേഹം തന്റെ കുതിരയെ തടവിക്കൊണ്ട് പറഞ്ഞു കാണും, നമ്മൾ തുടങ്ങുന്നതേയുള്ളൂ. ശരിക്കും അതൊരു തുടക്കം മാത്രമായിരുന്നു. ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന മഹാസാമ്രാജ്യത്തിന്റെ ഒന്നാം അധ്യായം. ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ യുദ്ധങ്ങളും അതിലും മികച്ച തന്ത്രങ്ങളുമാണ്. പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ അനറ്റോളിയയിലെ രാഷ്ട്രീയം ഒരു വലിയ കസേരകളി പോലെയായിരുന്നു. ഒരു വശത്ത് പേരിനു മാത്രം നിലനിൽക്കുന്ന സെൽജുക് സാമ്രാജ്യം, മറുവശത്ത് അവരെ ചരടുവലിക്കുന്ന മംഗോളിയൻ ഇൽഖാനേറ്റ്. ഈ രണ്ട് വമ്പന്മാർക്കിടയിൽ ഉസ്മാൻ തന്റെ സ്ഥാനം പതുക്കെ ഉറപ്പിക്കുകയായിരുന്നു. അക്കാലത്ത് ഉസ്മാൻ ഒരു സ്വതന്ത്ര ഭരണാധികാരി ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. സാങ്കേതികമായി അദ്ദേഹം സെൽജുക് സുൽത്താന്റെ ഒരു കീഴുദ്യോഗസ്ഥനെ പോലെയായിരുന്നു. സെൽജുക് സുൽത്താൻ അയച്ചുകൊടുക്കുന്ന പദവികളും വസ്ത്രങ്ങളും അധികാരമുദ്രകളും സ്വീകരിച്ചാണ് ഉസ്മാൻ ഭരണം നടത്തിയിരുന്നത്. ഇന്നത്തെ കാലത്തൊരു വലിയ കമ്പനിയുടെ ഫ്രാഞ്ചൈസി എടുക്കുന്നത് പോലെ ലളിതമായിരുന്നു ആ ബന്ധം. എന്നാൽ ഉസ്മാന്റെ ഉള്ളിലെ പോരാളിക്ക് അധികകാലം മറ്റൊരാളുടെ തണലിൽ നിൽക്കാൻ കഴിയില്ലായിരുന്നു. സെൽജുക് സുൽത്താനേറ്റ് പതുക്കെ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സുൽത്താൻ അലാവുദ്ദീൻ കൈക്കുബാദ് മൂന്നാമന് മംഗോളിയക്കാരെ പേടിച്ച സ്വന്തം കൊട്ടാരത്തിൽ പോലും സമാധാനമായി ഇരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ ബോസ് ഇത്രയും ദുർബലനാണെന്ന് കണ്ടപ്പോൾ ഉസ്മാൻ ഒരു കാര്യം തീരുമാനിച്ചു: ഇനി നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. ഒരു രാജ്യം സ്വതന്ത്രമാകണമെങ്കിൽ അന്നത്തെ കാലത്ത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത്. ഒന്ന്, വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ അഥവാ ഖുതുബയിൽ തന്റെ പേര് പരാമർശിക്കണം. രണ്ട്, സ്വന്തം പേരിൽ നാണയങ്ങൾ അടിക്കണം. ഇത് രണ്ടും ചെയ്താൽ അതിനർത്ഥം ഞാനിനി ആർക്കും കീഴിലല്ല, ഞാൻ തന്നെയാണ് ഇവിടുത്തെ രാജാവ് എന്നാണ്. 1299 ഉസ്മാൻ ആ ചരിത്രപരമായ തീരുമാനമെടുത്തു. ഇത് വെറുമൊരു ഈഗോയുടെ പ്രശ്നമായിരുന്നില്ല, മറിച്ച് തൻ്റെ ജനതയ്ക്കൊരു വ്യക്തമായ ഐഡന്റിറ്റി നൽകാനുള്ള നീക്കമായിരുന്നു. ഈ മാറ്റം തുടങ്ങുന്നത് കാരചഹൈസർ നഗരത്തിലെ ഒരു പള്ളിയിൽ വെച്ചാണ്. ഉസ്മാന്റെ വിശ്വസ്തനും പണ്ഡിതനുമായ തുർസുൻ ഫക്കീഹാണ് ആ വിപ്ലവത്തിന് തുടക്കമിട്ടത്. അദ്ദേഹം ഉസ്മാന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, നമ്മൾ എന്തിനാണ് ഇനിയും മറ്റൊരാളുടെ അനുമതിക്കായി കാത്തിരിക്കുന്നത്? ദൈവം നിങ്ങൾക്ക് വിജയം നൽകുന്നു, ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ പേരിൽ വേണം ഭരണം നടക്കാൻ. ഉസ്മാൻ പതുക്കെ തലയാട്ടി. ആ വെള്ളിയാഴ്ച സൊഗൂട്ടിലെയും കാരചഹൈസറിലെയും പള്ളികളിൽ സെൽജുക് സുൽത്താന്റെ പേരിനു പകരം ഉസ്മാൻ ബിൻ അർത്തുഗ്രൂൾ എന്ന പേര് മുഴങ്ങിക്കേട്ടു. അവിടെ കൂടിയിരുന്ന പോരാളികളുടെയും സാധാരണക്കാരുടെയും ഉള്ളിൽ ഒരാവേശം അലതല്ലി. തങ്ങളിനി ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് അവരിൽ വലിയ മാറ്റമുണ്ടാക്കി. ഇന്നത്തെ കാലത്ത് ഒരു രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയിലൊക്കെ അറിയിക്കുന്നത് പോലെ അന്ന് മംഗോളിയക്കാരെ അറിയിക്കാൻ ഉസ്മാൻ പോയില്ല. അദ്ദേഹം വളരെ തന്ത്രപരമായ ഒരു മൗനം പാലിച്ചു. സെൽജുക് സുൽത്താൻ മംഗോളിയക്കാരുടെ പിടിയിലായതോടെ അനട്ടോളിയയിൽ ഒരു ഭരണശൂന്യത നിലവിൽ വന്നു. ഈ അവസരം ഉസ്മാൻ കൃത്യമായി ഉപയോഗിച്ചു. മംഗോളിയക്കാർ ദൂരെയുള്ള തങ്ങളുടെ വലിയ പ്രശ്നങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ഉസ്മാൻ പതുക്കെ തൻ്റെ സ്വാധീനമുറപ്പിച്ചു. അദ്ദേഹം തൻ്റെ പ്രദേശത്ത് സ്വന്തമായി നിയമങ്ങൾ നിർമ്മിച്ചു.
സെൽജുക്ക് കാലത്തെ അനാവശ്യമായ പല നികുതികളും അദ്ദേഹം റദ്ദാക്കി. ജനങ്ങൾക്ക് ഉസ്മാന്റെ ഈ പുതിയ ഫ്രീഡം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അവരുടെ പോക്കറ്റിൽ നിന്ന് പണം കുറച്ചേ നഷ്ടപ്പെടുന്നുള്ളൂ, എന്നാൽ സുരക്ഷ ഇരട്ടിയായി ലഭിക്കുന്നുമുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നത് 1299 എന്നത് ഒരു ഔദ്യോഗിക തീയതി മാത്രമാണെന്നാണ്. ഉസ്മാൻ അതിനു മുൻപേ തന്നെ സ്വതന്ത്രനായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. എങ്കിലും ഒരു സാമ്രാജ്യത്തിന്റെ ജനനമായി ഈ വർഷത്തെയാണ് ലോകം അടയാളപ്പെടുത്തുന്നത്. ഉസ്മാൻ ഈ സമയത്ത് ഒരു വലിയ കോൺഫറൻസ് വിളിച്ചു ചേർത്തു. തന്റെ ഗോത്രത്തിലെ മുതിർന്നവരും പോരാളികളും പണ്ഡിതരും അതിൽ പങ്കെടുത്തു. അവിടെ വെച്ച് അദ്ദേഹം തന്റെ പുതിയ പതാകയും ചിഹ്നങ്ങളും അവതരിപ്പിച്ചു. അതൊരു ചെറിയ ഗോത്രത്തിന്റെ ചടങ്ങായിരുന്നില്ല, മറിച്ച് ഒരു ലോകശക്തിയുടെ ഉദയമായിരുന്നു. ഉസ്മാന്റെ ഈ ധൈര്യം കണ്ട് ദൂരെയുള്ള മറ്റു തുർക്കി ഗോത്രതലവന്മാർ അന്തം വിട്ടുപോയി. ഇവനിത് എന്ത് കാണിക്കുകയാണ്? മംഗോളിയക്കാർ അറിഞ്ഞാൽ നമ്മളെയെല്ലാം തീർക്കില്ലേ എന്നവർ പരസ്പരം രഹസ്യം പറഞ്ഞു. എന്നാൽ ഉസ്മാൻ ഭയപ്പെട്ടില്ല. കാരണം അദ്ദേഹം തന്റെ വാളിലല്ല, മറിച്ച് തന്റെ ജനങ്ങളുടെ പിന്തുണയിലാണ് വിശ്വസിച്ചത്. സ്വതന്ത്രനായ ശേഷം ഉസ്മാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം പേരിൽ നാണയങ്ങൾ പുറത്തിറക്കുക എന്നതായിരുന്നു. ആലോചിച്ചു നോക്കൂ, അന്നത്തെ കാലത്ത് ഒരു ലോഹക്കഷ്ണത്തിൽ തന്റെ പേര് കൊത്തിവെച്ച് അത് വിപണിയിൽ ഇറക്കുക എന്നത് വലിയൊരു സാമ്പത്തിക വെല്ലുവിളിയാണ്. വെള്ളിയും ചെമ്പും ഉപയോഗിച്ചാണ് ഉസ്മാൻ നാണയങ്ങൾ നിർമ്മിച്ചത്. ആ നാണയങ്ങളിൽ ഉസ്മാൻ ബിൻ അർത്തുഗ്രുൽ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. കച്ചവടക്കാർക്കിടയിൽ ഈ നാണയങ്ങൾ പതുക്കെ പ്രചരിച്ചു തുടങ്ങി. ബൈസന്റൈൻ നാണയങ്ങൾക്കും സെൽജുക്ക് നാണയങ്ങൾക്കുമിടയിൽ ഉസ്മാന്റെ ഈ പുതിയ ബ്രാൻഡ് ഒരു പുതിയ ബ്രാൻഡായി മാറി. ഓട്ടോമാൻ ഇക്കോണമി എന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പായിരുന്നു ഇത്. ഇന്ന് നമ്മൾ പുതിയ നോട്ട് ഇറങ്ങുമ്പോൾ അത് പരിശോധിക്കുന്നത് പോലെ അന്ന് ആളുകൾ കൗതുകത്തോടെ ഈ നാണയങ്ങൾ കൈമാറി. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം ഉസ്മാൻ തൻ്റെ ഭരണ സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. അദ്ദേഹം തനിക്കു ചുറ്റുമുള്ള പ്രദേശങ്ങളെ ഭരണ സൗകര്യത്തിനായി വിഭജിച്ചു. തൻ്റെ മകനായ ഓർഹാനും വിശ്വസ്തരായ ആൽപ്പുകൾക്കും ഓരോ പ്രദേശത്തിൻ്റെ ചുമതല നൽകി. ഇത് വെറുതെ ഒരു പദവി നൽകലല്ലായിരുന്നു, മറിച്ച് ഉത്തരവാദിത്വങ്ങൾ പങ്കുവയ്ക്കലായിരുന്നു. ഉസ്മാൻ പറഞ്ഞു, ഇനി മുതൽ നമ്മൾ വെറുമൊരു ഗോത്രമല്ല, നമ്മൾ ഒരു ഭരണകൂടമാണ്. ഈ വാക്ക് ഓട്ടോമൻ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു ഗോത്രത്തിൽ നിന്ന് ഭരണകൂടത്തിലേക്കുള്ള ഈ മാറ്റം ഉസ്മാന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിരുന്നു. ഇതിനിടയിൽ മംഗോളിയക്കാർ ചില സന്ദേശവാഹകരെ ഉസ്മാന്റെ അടുത്തേക്ക് അയച്ചു. ഉസ്മാൻ അവരെ വളരെ മര്യാദയോടെ സ്വീകരിച്ചു. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി അവരെ തിരിച്ചയച്ചു. യുദ്ധം ഒഴിവാക്കാൻ എപ്പോൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നും ഉസ്മാൻ അറിയാമായിരുന്നു. അക്കാലത്ത് ബാച്ച് എന്നൊരു പുതിയ നികുതി രീതി ഉസ്മാൻ നടപ്പിലാക്കി. ചന്തയിൽ സാധനങ്ങൾ വിൽക്കാൻ വരുന്നവരിൽ നിന്ന് ചെറിയൊരു തുക ഈടാക്കുന്ന രീതിയാണിത്. ആദ്യം ഉസ്മാൻ ഇതിനോട് വിയോജിച്ചിരുന്നു. കച്ചവടക്കാരിൽ നിന്ന് എന്തിനാണ് നമ്മൾ പണം വാങ്ങുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്നാൽ ഭരണ ചെലവുകൾക്കും പാവപ്പെട്ടവരെ സഹായിക്കാനും ഇത്തരം വരുമാനം അത്യാവശ്യമാണെന്ന് പണ്ഡിതന്മാർ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഉസ്മാൻ ഒരു നിബന്ധന വെച്ചു: നികുതി അടയ്ക്കാൻ കഴിയാത്ത പാവങ്ങളെ നിർബന്ധിക്കരുത്. ഈ നീതിബോധമാണ് ഉസ്മാനെ മറ്റു ഗോത്ര തലവന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. അയൽപ്പക്കത്തെ ബൈസന്റൈൻ ഗ്രാമങ്ങളിലെ ആളുകൾ പോലും തങ്ങളുടെ പരാതികളുമായി ഉസ്മാന്റെ കോടതിയിൽ വരാൻ തുടങ്ങി. അവർക്ക് സ്വന്തം ടെക്ഫർമാരെക്കാൾ വിശ്വാസം ഉസ്മാനെയായിരുന്നു. ഒരു രസകരമായ കാര്യം കൂടി പറയാം. ഉസ്മാൻ സ്വതന്ത്രനായതോടെ അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ എണ്ണവും കൂടി. സെൽജുക്ക് സാമ്രാജ്യത്തിന്റെ തകർച്ചയിൽ നിന്ന് ലാഭം കൊയ്യാൻ നോക്കിയിരുന്ന മറ്റു പല ബേകളും ഉസ്മാന്റെ വളർച്ചയിൽ അസൂയാലുക്കായി. അവർ ഉസ്മാനെതിരെ രഹസ്യ നീക്കങ്ങൾ നടത്തി. എന്നാൽ ഉസ്മാൻ അവരെയൊന്നും നേരിട്ട് എതിർക്കാൻ പോയില്ല. അദ്ദേഹം തന്റെ ഊർജം മുഴുവൻ ബൈസന്റൈൻ അതിർത്തികൾ വികസിപ്പിക്കുന്നതിലാണ് ചെലവഴിച്ചത്. നമ്മുടെ ലക്ഷ്യം മുസ്ലിംകളോട് യുദ്ധം ചെയ്യലല്ല, മറിച്ച് നീതിയുടെ അതിർത്തികൾ വ്യാപിപ്പിക്കുക എന്നതാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. ഈ നിലപാട് അദ്ദേഹത്തിന് വലിയൊരു പ്രതിച്ഛായ നൽകി. സെൽജുക്ക് സുൽത്താന്റെ കീഴിലുള്ള ഒരു ചെറിയ ബെയിൽ നിന്ന് ഒരു സ്വതന്ത്ര സാമ്രാജ്യത്തിന്റെ സുൽത്താനിലേക്കുള്ള, അന്ന് സുൽത്താൻ എന്ന പദവി ഔദ്യോഗികമായി ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും മാറ്റം വളരെ പെട്ടെന്നായിരുന്നു. ആ പഴയ നാടോടി കൂടാരങ്ങളിൽ നിന്ന് ഭരണത്തിന്റെ പുതിയ രീതികളിലേക്ക് ഉസ്മാൻ തന്റെ ജനതയെ നയിച്ചു. പുകയുന്ന അടുപ്പുകൾക്കും കുതിരപ്പടയാളികൾക്കുമിടയിൽ ഒരു പുതിയ ചരിത്രം ജനിക്കുകയായിരുന്നു. 1299 എന്നത് വെറുമൊരു വർഷമല്ല, അത് ലോകഭൂപടത്തിൽ ഒരു പുതിയ അതിരുകൾ വരയ്ക്കപ്പെട്ട നിമിഷമാണ്. ആ മണ്ണിൽ വീണ ഉസ്മാന്റെ ഓരോ നാണയവും വരാനിരിക്കുന്ന 6 നൂറ്റാണ്ടുകളുടെ ഗ്യാരണ്ടിയായിരുന്നു. ഉസ്മാന്റെ ഈ പുതിയ പദവി അദ്ദേഹത്തിന് നൽകിയ ആത്മവിശ്വാസം അടുത്ത വലിയ പോരാട്ടങ്ങൾക്ക് ഇന്ധനമായി മാറി.
ഉസ്മാൻ തൻ്റെ പുതിയ രാജ്യം പടുത്തുയർത്താൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടായിരുന്നത് ഒരു പ്രത്യേകതരം പോരാളികളായിരുന്നു. ഇവരെയാണ് നമ്മൾ ആൽപ്പുകൾ, ആൽപ്സ് എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ കാലത്തെ കമാൻഡോകളെ പോലെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോഴ്സിനെ പോലെയോ ഉള്ള ഒരു സംഘമെന്ന് ഇവരെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വെറുമൊരു സൈനികൻ എന്നതിലുപരി ആൽപ്പ് എന്നത് ഒരു പദവിയായിരുന്നു. ധീരത, വിശ്വസ്തത, അസാമാന്യമായ കായിക ബലം എന്നിവ ഒത്തുചേർന്ന ഒരാൾക്ക് മാത്രമേ ആൽപ്പ് എന്ന് വിളിക്കപ്പെടാൻ അർഹതയുണ്ടായിരുന്നുള്ളൂ. ഉസ്മാന്റെ ഈ ചങ്ങാതിക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായിരുന്നു തുർഗുത്ത് ആൽപ്പ്. തുർഗുത്തിനെക്കുറിച്ച് പറയുമ്പോൾ ആരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ വലിയ കോടാലിയാണ്. വാളിനേക്കാൾ ഭാരമുള്ള ഒരു വീശലിൽ ശത്രുക്കളുടെ കവചം തകർക്കുന്ന ആ കോടാലി അന്നത്തെ കാലത്ത് ബൈസന്റൈൻ സൈനികരുടെ പേടി സ്വപ്നമായിരുന്നു. തുർഗുത്തും ഉസ്മാനും തമ്മിലുള്ള ബന്ധം വെറുമൊരു രാജാവും സൈനികനും തമ്മിലുള്ളതായിരുന്നില്ല. മറിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന, ഒരേ കൂടാരത്തിൽ ഉറങ്ങുന്ന സഹോദരങ്ങളെപ്പോലെയായിരുന്നു. ഈ ആൽപ്പുകളുടെ ജീവിത രീതി വളരെ രസകരമായിരുന്നു. അവർക്ക് വലിയ വീടുകളോ കൊട്ടാരങ്ങളോ ഇല്ല. മലനിരകളിലെ മരത്തണലുകളും ഗുഹകളുമാണ് പലപ്പോഴും അവരുടെ വിശ്രമ കേന്ദ്രങ്ങൾ. ശത്രുക്കൾ വലിയ കോട്ടയ്ക്കുള്ളിൽ ആഡംബരത്തോടെ ഇരിക്കുമ്പോൾ ഈ പോരാളികൾ കാടിൻ്റെ തണുപ്പിൽ തങ്ങളുടെ കുതിരകളെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിച്ചു നോക്കൂ, ശത്രുവിൻ്റെ ഒരു നീക്കം പോലും കൃത്യമായി നിരീക്ഷിക്കാൻ അവർ ദിവസങ്ങളോളം മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കും. ഈ സമയത്ത് അവർ ഒച്ചയുണ്ടാക്കില്ല, തീ കൂട്ടില്ല. ഇന്നത്തെ സ്നൈപ്പർമാരെ പോലെ അത്രയും ക്ഷമയുള്ളവരായിരുന്നു അവർ. ഒരു ചരിത്രപരമായ വസ്തുത ഇവിടെ പറയേണ്ടതുണ്ട്. തുർഗുത്ത് ആൽപ്പ് ഏകദേശം 100-ലധികം വർഷം ജീവിച്ചിരുന്നതായും ഉസ്മാന്റെ മകൻ ഓർഹാന്റെ കാലത്തും അദ്ദേഹം പോരാട്ടങ്ങളിൽ പങ്കെടുത്തതായും കരുതപ്പെടുന്നു. ഇത് കേൾക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് തോന്നാം. ഒരുപക്ഷെ അവരുടെ ആ പരുക്കൻ ജീവിതശൈലിയും ശുദ്ധമായ വായുവും ഭക്ഷണവുമായിരിക്കാം അതിന് കാരണം. ഉസ്മാന്റെ മറ്റൊരു വിശ്വസ്തനായിരുന്നു കോനൂർ ആൽപ്പ്. കോനൂർ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ കഷണ്ടി തലയുള്ളവൻ അല്ലെങ്കിൽ ചെമ്പിച്ച നിറമുള്ളവൻ എന്നൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ദൂരെയുള്ള ശത്രു സൈന്യത്തിൻ്റെ എണ്ണം, അവരുടെ കുതിരകളുടെ കുളമ്പടി ശബ്ദം കേട്ട് തിരിച്ചറിയാൻ കോനൂരിന് കഴിയുമായിരുന്നു എന്ന് കഥകളുണ്ട്. ഇത് വെറുമൊരു അതിശയോക്തിയായിരിക്കാം, എങ്കിലും അവരുടെ നിരീക്ഷണ പാടവം അത്രമേൽ വലുതായിരുന്നു. ഒരു പാറക്കെട്ടിന് പിന്നിൽ ഒളിച്ചിരുന്ന് ശത്രുക്കളുടെ ചലനങ്ങൾ ഓരോന്നായി ഒപ്പിയെടുക്കുന്ന കോനൂർ ഉസ്മാന്റെ കണ്ണും കാതും പോലെയായിരുന്നു. ഉസ്മാൻ ഒരു തന്ത്രം മെനയുന്നതിനു മുൻപ് കോനൂരിൻ്റെ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുമായിരുന്നു. ഇത്തരമൊരു ടീം വർക്ക് ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു ഗോത്രത്തിന് വലിയ സാമ്രാജ്യങ്ങളെ നേരിടാൻ കഴിഞ്ഞത്. ആൽപ്പുകളുടെ പരിശീലന രീതിയും കഠിനമായിരുന്നു. വെറുതെ വാൾ വീശലല്ല, മറിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരപ്പുറത്ത് നിന്ന് പിന്നിലേക്ക് അമ്പെയ്യാൻ അവർക്കറിയാമായിരുന്നു. ഇതിനെ പാർത്ഥിയൻ ഷോട്ട് എന്ന് വിളിക്കാം. ശത്രുക്കൾ തങ്ങളെ പിന്തുടരുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവരെ ഒരു ട്രാപ്പിലേക്ക് നയിക്കുകയും പെട്ടെന്ന് കുതിരയെ തിരിച്ച് അമ്പെയ്യുകയും ചെയ്യുന്ന ഈ വിദ്യയിൽ ആൽപ്പുകൾ അസാമാന്യ പ്രാവീണ്യം നേടിയിരുന്നു. അന്നത്തെ ബൈസന്റൈൻ കുതിര പടയാളികൾക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അവർ ഭാരമേറിയ കവചങ്ങൾ ധരിച്ചവരായിരുന്നു. അതുകൊണ്ടുതന്നെ വേഗതയിൽ ഈ ആൽപ്പുകളോട് മത്സരിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. പർവ്വതങ്ങളുടെ ചരിവുകളിലൂടെ ഒരാടിനെപ്പോലെ ഓടാൻ കഴിയുന്ന തുർക്കി പോരാളികൾക്ക് മുന്നിൽ ഭാരമേറിയ സൈന്യം പലപ്പോഴും മുട്ടുമടക്കി. ഇവിടെ ഒരു രസകരമായ കാര്യം പറയട്ടെ. ഈ ആൽപ്പുകൾക്കിടയിൽ വലിയൊരു സാഹോദര്യം നിലനിന്നിരുന്നു. ഒരാൾക്ക് പരിക്കേറ്റാൽ ബാക്കിയുള്ളവർ അയാളെ ഉപേക്ഷിച്ചു പോകില്ല. നമ്മൾ ഒന്നിച്ചു മരിക്കും അല്ലെങ്കിൽ ഒന്നിച്ചു ജയിക്കും എന്നതായിരുന്നു അവരുടെ നയം. ചില ചരിത്രകാരന്മാർ ഇപ്പോഴും തർക്കിക്കാറുണ്ട്, ഈ ആൽപ്പുകൾ ശരിക്കും ഉണ്ടായിരുന്നോ അതോ പിന്നീട് വന്ന കവികൾ ഉണ്ടാക്കിയെടുത്ത സങ്കല്പ കഥാപാത്രങ്ങളാണോ എന്ന്. എന്നാൽ പഴയകാല ലിഖിതങ്ങളിലും ശവകുടീരങ്ങളിലും ഇവരുടെ പേരുകൾ കാണുമ്പോൾ നമുക്കുറപ്പിക്കാം, ഇവർ വെറും സങ്കല്പമല്ല, മറിച്ച് ചരിത്രത്തിൻ്റെ കരുത്തുറ്റ തൂണുകളായിരുന്നു എന്ന്. ഉസ്മാന്റെ നേതൃത്വത്തിൽ ഇവർ നടത്തിയ ഓരോ ഗറില്ല യുദ്ധവും ഓരോ പാഠപുസ്തകമായിരുന്നു. അവർക്ക് മുന്നിൽ കാടും മലയും ശത്രുവല്ലായിരുന്നു, മറിച്ച് അവരുടെ ഏറ്റവും വലിയ ആയുധമായിരുന്നു. മലനിരകളിലെ ഈ യുദ്ധമുറകളിൽ ഏറ്റവും പ്രശസ്തം ചെന്നായ് കെണി അല്ലെങ്കിൽ തുറാൻ തന്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഉസ്മാനും അദ്ദേഹത്തിൻ്റെ ആൽപ്പുകളും ഇത് പലപ്പോഴും പ്രയോഗിച്ചിട്ടുണ്ട്. സൈന്യത്തിൻ്റെ പകുതി ഭാഗം പതുക്കെ ശത്രുവിന് മുന്നിൽ പ്രത്യക്ഷപ്പെടും. തോറ്റു പിന്മാറുന്നതുപോലെ അഭിനയിച്ച് അവർ കാടിനുള്ളിലേക്ക് ഓടും.
ആവേശം മൂത്ത് ശത്രുക്കൾ അവരെ പിന്തുടരുമ്പോൾ കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ബാക്കി സൈന്യം അവരെ വളയും. ഇന്നത്തെ കാലത്ത് ഒരു സിനിമയിൽ കാണുന്ന സസ്പെൻസ് പോലെയാണിത്. ശത്രുക്കൾ പെട്ടുപോയി എന്ന് തിരിച്ചറിയുമ്പോൾ സമയം വൈകിയിട്ടുണ്ടാകും. ഈ തന്ത്രത്തിൽ തുർഗുത്ത് ആൽപ്പും കോനൂർ ആൽപ്പും അഗ്രഗണ്യരായിരുന്നു. ഓരോ മരത്തിനു പിന്നിലും ഒരു പോരാളി ഒളിച്ചിരിപ്പുണ്ടാകുമെന്ന് ശത്രു സൈനികർ ഭയന്നിരുന്നു. ഒരാൽപ്പായിരിക്കുക എന്നത് വെറുമൊരു യുദ്ധം ചെയ്യലല്ല, മറിച്ച് വലിയൊരു ധാർമ്മികത കൂടി പാലിക്കലായിരുന്നു. ഉസ്മാൻ തൻ്റെ പോരാളികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. യുദ്ധക്കളത്തിന് പുറത്തുള്ളവരോട് എങ്ങനെ പെരുമാറണം, കീഴടങ്ങിയവരോട് എങ്ങനെ നീതി കാണിക്കണം എന്നതിലൊക്കെ ഉസ്മാൻ കർക്കശക്കാരനായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ ആൽപ്പുകൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാനം ലഭിച്ചു. അവർ വെറുമൊരു പടയാളികളല്ല, മറിച്ച് സംരക്ഷകരായാണ് അറിയപ്പെട്ടത്. അയൽവക്കത്തെ ഗ്രാമീണർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർ ഓടിച്ചെന്നിരുന്നത് ഈ ആൽപ്പുകളുടെ അടുത്തേക്കായിരുന്നു. വാൾ കൊണ്ടല്ല, മറിച്ച് സ്വഭാവം കൊണ്ടാണ് പലപ്പോഴും അവർ മനുഷ്യരുടെ ഹൃദയം കീഴടക്കിയത്. നമുക്ക് കുറച്ച് നർമ്മം കലർന്നൊരു കാര്യം കൂടി നോക്കാം. അന്നത്തെ കാലത്ത് ഈ പോരാളികൾ കാടിനുള്ളിൽ കഴിയുമ്പോൾ അവർക്ക് ചില പ്രത്യേക ഭക്ഷണ രീതികളുണ്ടായിരുന്നു. ബുർഗൂർ പോലുള്ള ധാന്യങ്ങളും ഉണക്കിയ ഇറച്ചിയുമൊക്കെയായിരുന്നു അവരുടെ പ്രധാന ഭക്ഷണം. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിരുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തെ എനർജി ബാറുകളുടെ ഒരു പ്രാകൃത രൂപമെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇതിനിടയിൽ ഉസ്മാൻ തൻ്റെ ആൽപ്പുകളുമായി തമാശകൾ പറയുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുമായിരുന്നു. ഒരു കമാൻഡർ എന്നതിനേക്കാൾ തൻ്റെ കൂട്ടുകാരെ നയിക്കുന്ന ഒരു ജ്യേഷ്ഠനെ പോലെയായിരുന്നു അദ്ദേഹം. ഷെയ്ഖ് എദേബാലിയുടെ ആത്മീയ പാഠങ്ങളും ഈ ആൽപ്പുകർക്ക് കരുത്തേകി. അവർ വെറുതെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരല്ലായിരുന്നു. ഒരു പുതിയ നീതിയുടെ ലോകം സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഗാസി എന്ന പദവി അവർ അഭിമാനത്തോടെ കൊണ്ടുനടന്നു. വാളിൻ്റെ മുനയിൽ സത്യമുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ഉസ്മാന്റെ ഈ പോരാളി സംഘം വളർന്നു വരുന്നത് കണ്ട് ബൈസന്റൈൻ ചക്രവർത്തിക്ക് പോലും ഉത്കണ്ഠയുണ്ടായി തുടങ്ങി. തങ്ങളുടെ ആധുനികമായ ആയുധങ്ങളും പരിശീലനം ലഭിച്ച വലിയ സൈന്യവും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കാട്ടുവാസികളായ പോരാളികളെ തോൽപ്പിക്കാൻ കഴിയാത്തതെന്ന് അവർ അത്ഭുതപ്പെട്ടു. ഉത്തരം ലളിതമായിരുന്നു. ആൽപ്പുകൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു, എന്നാൽ നേടാൻ വലിയൊരു ലോകമുണ്ടായിരുന്നു. ഈ ആൽപ്പുകളുടെ സാഹോദര്യത്തെക്കുറിച്ച് ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു വലിയ മലനിര കടക്കുന്നതിനിടയിൽ കടുത്ത മഞ്ഞുവീഴ്ചയുണ്ടായി. പോരാളികൾ ഓരോരുത്തരായി തളർന്നു വീഴാൻ തുടങ്ങി. അന്ന് തുർഗുത്ത് ആൽപ്പ് തൻ്റെ കോടാലി നിലത്തുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കോടാലി മണ്ണിൽ നിൽക്കുന്നിടത്തോളം നമ്മൾ മുന്നോട്ടു പോകും. ആ ആവേശം കണ്ട് തളർന്നു വീണവർ പോലും എഴുന്നേറ്റ് നടന്നു. ഇത്തരത്തിലുള്ള മാനസികമായ ദൃഢതയാണ് ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഓരോ വിജയത്തിനു പിന്നിലുമുണ്ടായിരുന്നത്. ഉസ്മാൻ തൻ്റെ ആൽപ്പുകളെ വെറും ആയുധങ്ങളായല്ല കണ്ടത്, മറിച്ച് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ജീവനാഡികളായാണ്. ആ മലനിരകളിലെ ഓരോ കല്ലും മരവും അവരുടെ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായി നിന്നു. ഉസ്മാന്റെ ദർശനവും ആൽപ്പുകളുടെ കരുത്തും ചേർന്നപ്പോൾ ചരിത്രത്തിൽ പുതിയൊരധ്യായം തുറക്കപ്പെട്ടു. ഈ പോരാളികളില്ലായിരുന്നുവെങ്കിൽ ഉസ്മാന്റെ സ്വപ്നം വെറുമൊരു സ്വപ്നമായി അവശേഷിക്കുമായിരുന്നു. ഉസ്മാൻ ഗാസിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയ നിമിഷമായിരുന്നു കാരാചാഹിസർ കോട്ടയുടെ വിജയം. ഇതുവരെ നമ്മൾ കണ്ടത് ചെറിയ ചില ഏറ്റുമുട്ടലുകളും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളുമാണ്. എന്നാൽ കാരാചാഹിസർ എന്നത് വെറുമൊരു മൺകോട്ടയായിരുന്നില്ല. വലിയ മതിലുകളും ആഴത്തിലുള്ള കിടങ്ങുകളുമുള്ള ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രധാന പ്രതിരോധ കേന്ദ്രമായിരുന്നു അത്. ഇന്നത്തെ തുർക്കിയിലെ എസ്കിഷെഹിർ എന്ന നഗരത്തിനടുത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്തിരുന്നത്. ഇത്രയും കാലം കാടുകളിലും കൂടാരങ്ങളിലും കഴിഞ്ഞിരുന്ന ഉസ്മാന്റെ പോരാളികൾക്ക് മുന്നിൽ ഈ വലിയ കല്ലുമതിലുകൾ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഉള്ളിൽ കടക്കും എന്ന് പലരും പരസ്പരം ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഉസ്മാന്റെ മനസ്സിൽ കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. മതിലുകൾ എത്ര വലുതാണെങ്കിലും അതിനുള്ളിൽ താമസിക്കുന്നത് മനുഷ്യരാണെന്നും ആ മനുഷ്യരുടെ മനസ്സ് കീഴടക്കിയാൽ കോട്ട താനേ തുറക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. 1288 ആ വലിയ പോരാട്ടം നടന്നത് എന്ന് കരുതപ്പെടുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കാരാചാഹിസറിലെ വിജയം വെറുമൊരു ഭാഗ്യമല്ലായിരുന്നു. ഉസ്മാൻ പതുക്കെ ആ കോട്ടയെ വളഞ്ഞു. അന്നത്തെ കാലത്തെ ഉപരോധമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് തീരുന്ന ഒന്നല്ല. മാസങ്ങളോളം കോട്ടയ്ക്കുള്ളിലേക്കുള്ള ഭക്ഷണവും വെള്ളവും തടഞ്ഞുവെച്ച് ശത്രുവിനെ തളർത്തുന്ന രീതിയാണിത്. ആലോചിച്ചു നോക്കൂ, കോട്ടയ്ക്കുള്ളിലെ ടെക്ഫർക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടാകും. പക്ഷെ പുറത്ത് ഉസ്മാന്റെ ആൽപ്പുകൾ കാവൽ നിൽക്കുന്നതുകൊണ്ട്
ഒന്നും അകത്തേക്ക് പോകില്ല. പതുക്കെ പതുക്കെ കോട്ടയ്ക്കുള്ളിൽ ദേഷ്യവും നിരാശയും പടരാൻ തുടങ്ങി. ഈ അവസരത്തിലാണ് ഉസ്മാൻ തൻ്റെ സൈനികരോട് അവസാന ആയുധമെടുക്കാൻ പറഞ്ഞത്. രാത്രിയുടെ നിശബ്ദതയിൽ കാറ്റടിക്കുന്ന ശബ്ദത്തിനൊപ്പം ഉസ്മാന്റെ പോരാളികൾ മതിലുകൾ പിടിച്ചു കയറാൻ തുടങ്ങി. കയ്യിൽ ആയുധങ്ങളും മനസ്സിൽ ധൈര്യവും മാത്രമായി അവർ ആ വലിയ മതിലുകൾക്ക് മുകളിലെത്തിയപ്പോൾ കാവൽക്കാർ പോലും ഞെട്ടിപ്പോയി. യുദ്ധം കഠിനമായിരുന്നു. കോട്ടയുടെ ഇടനാഴികളിൽ വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം അന്ന് മുഴങ്ങിക്കേട്ടു. ബൈസന്റൈൻ സൈനികർ സർവ്വശക്തിയുമെടുത്തു പോരാടി. എന്നാൽ തങ്ങളുടെ ഗോത്രത്തെ സംരക്ഷിക്കാനും ഒരു രാജ്യം കെട്ടിപ്പടുത്താനും ഇറങ്ങിത്തിരിച്ച ഉസ്മാന്റെ ആളുകളെ തടയാൻ അവർക്കായില്ല. അവസാനം കാരാചാഹിസറിലെ ആ വലിയ പതാക നിലംപതിച്ചു. പകരം കൈ ഗോത്രത്തിന്റെ ചിഹ്നമുള്ള പതാക അവിടെ ഉയർന്നു. ഈ വിജയം ഉസ്മാനെ ഒരു പുതിയ പാഠം പഠിപ്പിച്ചു. ഒരു കോട്ട പിടിച്ചെടുക്കുന്നത് എളുപ്പമാണ്, പക്ഷേ അത് ഭരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇതായിരുന്നു ആ പാഠം. ഉസ്മാൻ വെറുമൊരു പോരാളി എന്ന നിലയിൽ നിന്നും ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് മാറുന്നത് നമ്മൾ ഇവിടെയാണ് കാണുന്നത്. കോട്ടയ്ക്കുള്ളിലെ ജനങ്ങൾ പേടിയോടെ വിറച്ചു നിൽക്കുകയായിരുന്നു. സാധാരണ യുദ്ധങ്ങളിൽ വിജയികൾ വന്ന് തോറ്റവരെ കൊള്ളയടിക്കുകയോ അടിമകളാക്കുകയോ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഉസ്മാൻ വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം തൻ്റെ പോരാളികൾക്ക് കർശനമായ നിർദ്ദേശം നൽകി. കയ്യിൽ ആയുധമില്ലാത്ത ഒരാളെയും തൊട്ടുപോകരുത്, വീടുകൾ തകർക്കരുത്, ജനങ്ങൾ സമാധാനമായി ജീവിക്കട്ടെ. ഇത് കേട്ട് കോട്ടയ്ക്കുള്ളിലെ ബൈസന്റൈൻ ജനത അത്ഭുതപ്പെട്ടു. തങ്ങളെ കൊല്ലാൻ വന്നവർ എന്ന് കരുതിയവർ തങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്നു. ഇതാണ് ഉസ്മാന്റെ മാന്ത്രികത. അദ്ദേഹം ആദ്യം കീഴടക്കിയത് ആ മണ്ണല്ല, മറിച്ച് അവിടുത്തെ മനുഷ്യരുടെ വിശ്വാസമാണ്. കാരാചാഹിസർ കോട്ട പിടിച്ചെടുത്തതോടെ ഉസ്മാന് സ്വന്തമായി ഒരു നഗരം ലഭിച്ചു. അവിടെ വെച്ചാണ് ആദ്യമായൊരു മുസ്ലിം കോടതിയും ചന്തയും അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ തന്നെ സഹായിക്കാൻ തൻ്റെ വിശ്വസ്തനായ തുർസുൻ ഫക്കീഹിനെ അദ്ദേഹം ആദ്യത്തെ ഖാദിയായി, ജഡ്ജിയായി നിയമിച്ചു. ചരിത്രത്തിലെ ആദ്യത്തെ ഓട്ടോമൻ ജഡ്ജിയായിരുന്നു അദ്ദേഹം. പഴയ കാലത്തെ ചന്തകളിൽ പലപ്പോഴും കബളിപ്പിക്കലുകൾ നടക്കാറുണ്ടായിരുന്നു. സാധനങ്ങൾ അളക്കുമ്പോഴും വില പറയുമ്പോഴും കച്ചവടക്കാർ ആളുകളെ പറ്റിക്കും. ഉസ്മാൻ ഇതിനൊരു അറുതി വരുത്തി. അദ്ദേഹം ചന്തകളിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. നീതിപൂർവം കച്ചവടം നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഇതിനിടയിൽ ഒരു രസകരമായ തർക്കം ഉസ്മാന്റെ കോടതിയിൽ വന്നു. ഒരു മുസ്ലിം വ്യാപാരിയും ഒരു ബൈസന്റൈൻ ക്രിസ്ത്യൻ വ്യാപാരിയും തമ്മിലായിരുന്നു ആ തർക്കം. പലരും കരുതിയത് ഉസ്മാൻ സ്വന്തം മതക്കാരനെ സഹായിക്കുമെന്നാണ്. എന്നാൽ ഉസ്മാൻ തെളിവുകൾ പരിശോധിച്ചു. അവസാനം ബൈസന്റൈൻ വ്യാപാരിയാണ് ശരിയെന്ന് വിധിച്ചു. ഈയൊരു വിധി മതിയായിരുന്നു ഉസ്മാന്റെ പ്രശസ്തി നാട് നീളെ പടരാൻ. ഉസ്മാന്റെ നാട്ടിൽ പോയാൽ നമുക്ക് നീതി കിട്ടും എന്ന ആളുകൾ പരസ്പരം പറഞ്ഞു തുടങ്ങി. നഗരഭരണം എന്നത് ഉസ്മാന് പുതിയൊരു അനുഭവമായിരുന്നു. സോഗുട്ടിലെ കൂടാരങ്ങളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകാത്ത പല പ്രശ്നങ്ങളും ഒരു നഗരത്തിലുണ്ടായിരുന്നു. അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്നത് മുതൽ കുടിവെള്ളം എത്തിക്കുന്നതുവരെ എല്ലാ കാര്യങ്ങളിലും ഉസ്മാൻ ശ്രദ്ധിച്ചു. ഓരോ ദിവസവും രാവിലെ അദ്ദേഹം നഗരത്തിലൂടെ കുതിരപ്പുറത്ത് ചുറ്റിക്കറങ്ങും. ആളുകളുടെ പരാതികൾ നേരിട്ട് കേൾക്കും. ഇന്നത്തെ കാലത്തെ ഒരു വാർഡ് മെമ്പർ ചെയ്യുന്നതിനേക്കാൾ കൃത്യമായി ഉസ്മാൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിച്ചു. ഇതിനിടയിൽ പള്ളികൾക്കൊപ്പം തന്നെ പഴയ പള്ളികൾ, ചർച്ച് സംരക്ഷിക്കാനും അദ്ദേഹം മറന്നില്ല. ആരാധന സ്വാതന്ത്ര്യം നൽകിയതോടെ ജനങ്ങൾ ഉസ്മാനെ സ്നേഹത്തോടെ ബേ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതൊരു സാമ്രാജ്യത്തിൻ്റെ റിഹേഴ്സൽ പോലെയായിരുന്നു. എങ്ങനെയാണ് പല സംസ്കാരങ്ങളെയും മതങ്ങളെയും ഒരേ തണലിൽ നിർത്തേണ്ടതെന്ന് കാരാചാഹിസറിൽ വെച്ച് ഉസ്മാൻ പഠിച്ചു. ഒരു ചരിത്രപരമായ തർക്കം ഇവിടെ പറയേണ്ടതുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നത് കാരാചാഹിസർ കീഴടക്കിയത് 1291 വർഷത്തിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിലും ആ വിജയത്തിൻ്റെ സ്വാധീനത്തിൽ ആർക്കും തർക്കമില്ല. ഈ നഗരത്തിൽ വെച്ചാണ് ആദ്യമായി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി ഖുതുബ നടത്താൻ അനുവാദം ചോദിച്ചത്. അത് തൻ്റെ മരുഭൂമിയിലെ നാടോടി ഗോത്രത്തിന് ഒരു പുതിയ മുഖം നൽകി. നമ്മളിനി അലഞ്ഞു തിരിയുന്നവരല്ല, നമ്മളീ മണ്ണിൻ്റെ ഉടമകളാണ് എന്ന ഓരോ പ്രാർത്ഥനയും അവരെ ഓർമ്മിപ്പിച്ചു. കാരാചാഹിസർ കോട്ടയിൽ വെച്ച് ഉസ്മാൻ തൻ്റെ ഭരണ സംവിധാനത്തിന് ഒരടിത്തറയിട്ടു. അത് വെറുമൊരു സൈനിക ക്യാമ്പായിരുന്നില്ല, മറിച്ച് ഒരു സംസ്കാരത്തിൻ്റെ വിത്തുകൾ അവിടെ മുളപൊട്ടുകയായിരുന്നു. ഒരു ചെറിയ തമാശ കലർന്ന സംഗതി പറയാം. കോട്ട പിടിച്ചടക്കിയ ശേഷം അവിടുത്തെ പഴയ പ്രഭുക്കന്മാർ ഉസ്മാനെ ഒരു വിരുന്നിന് ക്ഷണിച്ചു. അവർ വിചാരിച്ചത് ആഡംബരപൂർണമായ ഭക്ഷണവും വൈനും കണ്ട് ഉസ്മാൻ മയങ്ങിപ്പോകുമെന്നാണ്. എന്നാൽ ഉസ്മാൻ തന്റെ ലളിതമായ വസ്ത്രം ധരിച്ച് അങ്ങോട്ട് ചെന്നു. വലിയ മേശപ്പുറത്ത് വിളമ്പിയ വിഭവങ്ങൾക്ക് പകരം അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഉണങ്ങിയ റൊട്ടിയും പാലും കഴിച്ച് അവരെ അമ്പരപ്പിച്ചു.
അധികാരം നമ്മുടെ വയറിനെയല്ല, നമ്മുടെ മനസ്സിനെയാണ് മാറ്റേണ്ടത് എന്നൊരു സന്ദേശം അദ്ദേഹം അവിടെ നൽകി. ഇത് കേട്ട് ടെക്ഫർമാർ പരസ്പരം നോക്കിക്കാണും. ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണും, ഈ മനുഷ്യനെ നമുക്കൊരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. ലളിതമായ ജീവിതശൈലിയും കഠിനമായ നിലപാടുകളും ഉസ്മാനെ ഒരു ഇതിഹാസമാക്കി മാറ്റി. കാരാ ചാഹിസറിലെ ഈ വിജയത്തോടെ ഉസ്മാന്റെ പേര് ബൈസന്റൈൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വരെയെത്തി. കോൺസ്റ്റാന്റിനോപ്പിളിൽ ഇരിക്കുന്ന ചക്രവർത്തിക്ക് മനസ്സിലായി, ഇത് വെറുമൊരു ഗോത്രത്തലവനല്ല, വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റാണ്. ഉസ്മാൻ ഓരോ തവണയും തന്റെ അതിർത്തി വികസിപ്പിക്കുമ്പോൾ അദ്ദേഹം ആ മരത്തിന്റെ തണൽ വ്യാപിപ്പിക്കുകയായിരുന്നു. കാരാ ചാഹിസർ ഒരു ലബോറട്ടറി പോലെയായിരുന്നു. അവിടെ അദ്ദേഹം പയറ്റിത്തെളിഞ്ഞ ഭരണരീതികളാണ് പിന്നീട് ലോകം മുഴുവൻ ഓട്ടോമൻ സാമ്രാജ്യം പ്രാവർത്തികമാക്കിയത്. നഗരത്തിലെ ചന്തകളിൽ നിന്ന് കിട്ടുന്ന നികുതി അദ്ദേഹം നഗരത്തിന്റെ പുരോഗതിക്കായി തന്നെ ചിലവഴിച്ചു. ഉസ്മാന്റെ ആൽപ്പുകൾ ഇപ്പോൾ നഗരത്തിലെ കാവൽക്കാരായി മാറി. വാളുകൾ ഉറയിലിട്ടുവെങ്കിലും അവരെപ്പോഴും ജാഗരൂകരായിരുന്നു. ഈ കോട്ട പിടിച്ചടക്കിയതോടെ ഉസ്മാന്റെ മുന്നിൽ പുതിയ വഴികൾ തുറന്നു. അടുത്ത ലക്ഷ്യം ഏതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഓരോ വിജയവും അദ്ദേഹത്തെ കൂടുതൽ വിനീതനാക്കി. ഈ മണ്ണും ഭരണവും ദൈവത്തിന്റെ ദാനമാണ്, ജനങ്ങളുടെ അവകാശമാണ് എന്നദ്ദേഹം വിശ്വസിച്ചു. കാരാ ചാഹിസറിലെ രാത്രികളിൽ കോട്ടയുടെ ഉച്ചിയിൽ നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കുമ്പോൾ ഉസ്മാന്റെ മനസ്സിൽ തന്റെ സ്വപ്നത്തിലെ ആ വലിയ മരം വളർന്നു വരുന്നുണ്ടാകാം. ഓരോ ചെറിയ വിജയവും ആ വലിയ സ്വപ്നത്തിലേക്കുള്ള പടികളായിരുന്നു. ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം കാരാ ചാഹിസറിലെ ആ കല്ലുമതിലുകളിൽ എഴുതപ്പെട്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ചെറിയ നഗരം എങ്ങനെ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി വളരാൻ തുടങ്ങിയെന്നാണ്. ഉസ്മാന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ആവേശകരമായ പുതിയ പോരാട്ടങ്ങളിലേക്ക് അത് നീളുകയാണ്. ഉസ്മാൻ ഗാസിയുടെ സാമ്രാജ്യം വാളുകൾ കൊണ്ട് മാത്രമല്ല, കൃത്യമായ അളവ് തൂക്കങ്ങൾ കൊണ്ടും കൂടിയാണ് പടുത്തുയർത്തപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു യുദ്ധം ജയിക്കുന്നതിനേക്കാൾ വലിയ വെല്ലുവിളി ആ നാട്ടിലെ ചന്തകളിൽ സമാധാനവും സത്യസന്ധതയും നിലനിർത്തുക എന്നതാണെന്ന് ഉസ്മാൻ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. നമുക്കൊന്ന് സങ്കല്പിക്കാം, 13-ാം നൂറ്റാണ്ടിലെ ഒരു സാധാരണ ചന്ത. അവിടെ സുഗന്ധദ്രവ്യങ്ങളുടെയും പുകയുന്ന ഇറച്ചിയുടെയും മണം അന്തരീക്ഷത്തിൽ പടർന്നു നിൽക്കുന്നു. കുതിരകളുടെ കുളമ്പടി ശബ്ദവും കച്ചവടക്കാരുടെ ബഹളവും കൊണ്ട് ആകെ ഒരു പുകിലായിരിക്കും. ഈ ബഹളങ്ങൾക്കിടയിലൂടെ സാധാരണക്കാരെ പോലെ നടന്നു നീങ്ങുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഉസ്മാൻ. അദ്ദേഹം വെറുതെ കാഴ്ച കാണാൻ ഇറങ്ങിയതല്ല, മറിച്ച് കച്ചവടക്കാർ ജനങ്ങളെ പറ്റിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. അന്നത്തെ കാലത്ത് ഡിജിറ്റൽ ത്രാസുകളിൽ നമ്മൾ 1 ഗ്രാം കുറഞ്ഞാൽ പോലും ബഹളം വെക്കാറുണ്ട്. അന്ന് കല്ലുകളും മരക്കഷ്ണങ്ങളും വെച്ചായിരുന്നു തൂക്കം. ഈ പഴുതുകൾ ഉപയോഗിച്ച് ചില കച്ചവടക്കാർ ലാഭം കൊയ്യാൻ ശ്രമിച്ചു. ഉസ്മാൻ ഇതിനൊരു പോംവഴി കണ്ടെത്തി. അദ്ദേഹം ചന്തകളിൽ പൊതുവായ അളവ് തൂക്കങ്ങൾ നിർബന്ധമാക്കി. ഷെയ്ഖ് എദേബാലിയുടെ ശിഷ്യന്മാരായ അഹി പോരാളികൾ കച്ചവടത്തിന്റെ ധാർമ്മികത കാത്തുസൂക്ഷിക്കാൻ ഉസ്മാനെ സഹായിച്ചു. കച്ചവടം എന്നത് വെറും ലാഭമുണ്ടാക്കലല്ല, മറിച്ച് അതൊരു സേവനമാണെന്ന് അവർ വിശ്വസിച്ചു. ഇതിനിടയിൽ നടന്ന ഒരു രസകരമായ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിലേജിക്കിലെ ചന്തയിൽ വെച്ച് ഒരു മുസ്ലിം കച്ചവടക്കാരൻ അയൽ ഗ്രാമത്തിൽ നിന്നെത്തിയ ഒരു ബൈസന്റൈൻ ക്രിസ്ത്യാനിക്ക് മോശം കമ്പിളി വിറ്റു. പണം വാങ്ങിയ ശേഷം സാധനം മാറ്റിക്കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. ഈ പരാതി ഉസ്മാന്റെ മുന്നിലെത്തി. പലരും വിചാരിച്ചത് ഉസ്മാൻ സ്വന്തം മതക്കാരനായ കച്ചവടക്കാരനെ പിന്തുണയ്ക്കുമെന്നാണ്. എന്നാൽ ഉസ്മാൻ ആ കമ്പിളി പരിശോധിക്കുകയും അത് മോശമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അദ്ദേഹം ആ കച്ചവടക്കാരനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശകാരിക്കുക മാത്രമല്ല, ആ പാവം ക്രിസ്ത്യാനിക്ക് ഇരട്ടി നഷ്ടപരിഹാരം നൽകാനും ഉത്തരവിട്ടു. നീതി എന്നത് മതത്തിനപ്പുറമാണ്. നീതിയില്ലാത്ത നാട്ടിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. തൊട്ടടുത്ത ബൈസന്റൈൻ ഗ്രാമങ്ങളിലെ ആളുകൾ പോലും തങ്ങളുടെ ഭരണാധികാരികളെ ഉപേക്ഷിച്ച് ഉസ്മാന്റെ നാട്ടിലേക്ക് താമസം മാറാൻ തുടങ്ങി. ഇത് വെറുമൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നില്ല, മറിച്ച് ഉസ്മാന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് ഉസ്മാൻ കൊണ്ടുവന്ന മറ്റൊരു പ്രധാന പരിഷ്കാരം ബാച്ച് എന്നറിയപ്പെടുന്ന ചന്ത നികുതിയായിരുന്നു. ഈ നികുതിയെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ രസകരമായ ഒരു തർക്കമുണ്ട്. ചിലർ പറയുന്നത് ഉസ്മാൻ ഈ നികുതി നടപ്പിലാക്കാൻ ആദ്യം മടിച്ചുവെന്നാണ്. ജനങ്ങളിൽ നിന്ന് എന്തിനാണ് നമ്മൾ പണം വാങ്ങുന്നത് എന്ന് അദ്ദേഹം തൻ്റെ സഹോദരനോടും സുഹൃത്തുക്കളോടും ചോദിച്ചു. എന്നാൽ നഗരത്തിലെ സുരക്ഷയ്ക്കും റോഡുകൾ നന്നാക്കാനും ഈ തുക അത്യാവശ്യമാണെന്ന് അവർ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ ഒരു നിബന്ധന വെച്ചു: സാധനം വിൽക്കാൻ കഴിയാതെ മടങ്ങുന്നവരിൽ നിന്നും കഷ്ടപ്പെടുന്ന പാവങ്ങളിൽ നിന്നും നികുതി വാങ്ങരുത്.
ഇന്നത്തെ കാലത്തെ ആഡംബര നികുതിയും GSTയും ഒക്കെ കേൾക്കുമ്പോൾ 700 വർഷം മുൻപ് ഒരു നാടോടി ഭരണാധികാരി കാണിച്ച ഈ ദീർഘവീക്ഷണം അത്ഭുതകരമാണ്. ഭരണമെന്നത് കൊട്ടാരത്തിനുള്ളിലെ സുഖവാസമായിരുന്നില്ല ഉസ്മാന്. മിക്കവാറും സമയങ്ങളിൽ അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് തന്നെയായിരുന്നു. കാരാചാഹിസറിലും സോഗുട്ടിലുമുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉസ്മാനെ നേരിട്ട് കാണാമായിരുന്നു. ഇന്നത്തെ പോലെ സെക്യൂരിറ്റി ഗാർഡുകളോ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കുന്ന രീതിയോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. ഒരു സാധാരണ കർഷകൻ ഉസ്മാന്റെ വഴിയെ വന്ന് തൻ്റെ പരാതി പറയുന്നത് അക്കാലത്തെ പതിവ് കാഴ്ചയായിരുന്നു. ഒരിക്കലൊരു ഗ്രീക്ക് കർഷകൻ തൻ്റെ ആടിനെ ഒരു തുർക്കി പോരാളി ബലമായി കൊണ്ടുപോയി എന്ന് പരാതിപ്പെട്ടു. ആ പോരാളി ഉസ്മാന്റെ സൈന്യത്തിലെ ഒരു പ്രമുഖനായിരുന്നു. ഉസ്മാൻ ഉടൻ തന്നെ ആ സൈനികനെ വിളിപ്പിക്കുകയും ആടിനെ തിരികെ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ സൈനികൻ നാണക്കേടുകൊണ്ട് തല താഴ്ത്തി നിന്നു. ഈ നീതിബോധമാണ് ഉസ്മാന്റെ സാമ്രാജ്യത്തിന്റെ വേരുകൾ ഉറപ്പിച്ചത്. ചില ചരിത്രകാരന്മാർ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സൈനിക ബലം വെച്ച് ഉസ്മാൻ ഇത്രയും വലിയൊരു പ്രദേശം നിയന്ത്രിച്ചതെന്ന്. ഉത്തരം അദ്ദേഹത്തിൻ്റെ നീതിയുടെ തണൽ എന്ന നയത്തിലായിരുന്നു. ജനങ്ങൾക്ക് ഭരണാധികാരിയെ പേടിയല്ലായിരുന്നു, മറിച്ച് ബഹുമാനമായിരുന്നു. നികുതി പിരിക്കാൻ പട്ടാളക്കാരെ അയക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് വന്നില്ല. ആളുകൾ സന്തോഷത്തോടെ അത് നൽകി. കാരണം തങ്ങളുടെ പണം എവിടെയാണ് ചിലവാകുന്നത് എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. റോഡുകൾ നന്നാക്കാനും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനുള്ള സത്രങ്ങൾ പണിയാനും ഉസ്മാൻ മുൻഗണന നൽകി. ഈ സത്രങ്ങളിൽ വരുന്നവർക്ക് മതഭേദമന്യേ സൗജന്യമായി ഭക്ഷണം നൽകിയിരുന്നു. വിശക്കുന്നവരോട് മതം ചോദിക്കരുത് എന്നതായിരുന്നു അവിടുത്തെ നിയമം. ചന്തകളിലെ തിരക്കിനിടയിൽ ഉസ്മാന്റെ ഉദ്യോഗസ്ഥർ എപ്പോഴും ജാഗരൂകരായിരുന്നു. പഴയകാലത്തെ ചന്തകളെന്ന് പറയുമ്പോൾ അവിടെ തർക്കങ്ങൾ സ്വാഭാവികമാണ്. ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ മുഹ്തസിബ് എന്നൊരു ഉദ്യോഗസ്ഥനെ അദ്ദേഹം നിയമിച്ചു. കമ്പോളത്തിലെ ക്രമസമാധാനവും വില നിലവാരവും പരിശോധിക്കലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പണി. ആരെങ്കിലും അമിത വില ഈടാക്കിയാൽ അവർക്ക് കടുത്ത ശിക്ഷ നൽകിയിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ കൺസ്യൂമർ കോർട്ടുകളുടെ ഒരു ആദിമ രൂപമെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഉസ്മാന്റെ ഈ ഭരണരീതികൾ ബൈസന്റൈൻ അതിർത്തിയിലെ ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചു. സ്വന്തം ഭരണാധികാരികളുടെ കൊള്ളരുഴായ്മകളിൽ മടുത്ത അവർ ഉസ്മാന്റെ ഓരോ പുതിയ വിജയത്തെയും ആഘോഷമാക്കാൻ തുടങ്ങി. ഉസ്മാൻ തൻ്റെ ഭരണ സംവിധാനത്തിൽ കൊണ്ടുവന്ന ഈ മാറ്റങ്ങൾ വെറുമൊരു മണ്ണ് പിടിച്ചെടുക്കലായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഉദയമായിരുന്നു. പണ്ഡിതന്മാരും വ്യാപാരികളും പോരാളികളും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള കഥകൾ ദൂരെയുള്ള നഗരങ്ങളിൽ വരെ പാട്ടായി പ്രചരിച്ചു. വാളുകൊണ്ട് കീഴടക്കിയതിനേക്കാൾ കൂടുതൽ ഹൃദയങ്ങൾ ഉസ്മാൻ നീതി കൊണ്ട് കീഴടക്കിയെന്ന് പിൽക്കാല ചരിത്രകാരന്മാർ എഴുതിവെച്ചു. ഉസ്മാന്റെ ഈ ദർശനം അദ്ദേഹത്തിൻ്റെ മകനായ ഓർഹാനും പിന്നീട് വന്നവർക്കും വലിയൊരു പാഠപുസ്തകമായി മാറി. ഒരു വലിയ മരം വളരണമെങ്കിൽ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് നീതിയുടേതായിരിക്കണമെന്ന് ഉസ്മാൻ തെളിയിച്ചു. സോഗുട്ടിലെ ആ ചെറിയ ചന്തയിൽ നിന്ന് തുടങ്ങിയ ആ നീതിയുടെ കറൻസി ലോകം മുഴുവൻ പടരാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആലോചിച്ചു നോക്കൂ, ഒരു ചെറിയ ആടിൻ്റെയോ കമ്പിളിയുടെയോ പരാതി തീർപ്പാക്കുന്നതിൽ കാണിച്ച ആ സത്യസന്ധതയാണ് 6 നൂറ്റാണ്ട് നീണ്ട ഒരു സാമ്രാജ്യത്തിന് ജീവൻ നൽകിയത്. ഇതുവരെയുള്ള നമ്മുടെ കഥയിൽ ഉസ്മാൻ ഒരു ചെറിയ ഗോത്രതലവനായിരുന്നു. എന്നാൽ 1302 ആയപ്പോഴേക്കും കാര്യങ്ങൾ ആകെ മാറി. ഉസ്മാന്റെ പേര് കേൾക്കുമ്പോൾ ബൈസന്റൈൻ ഗവർണർമാർക്ക് പനി പിടിക്കുന്ന അവസ്ഥയായി. ഇത്രയും കാലം അതൊരു ചെറിയ സംഘമല്ലേ, നമുക്കെപ്പോൾ വേണമെങ്കിലും അവരെ അടിച്ചമർത്താം എന്ന് വിചാരിച്ചിരുന്ന ബൈസന്റൈൻ ചക്രവർത്തി ആൻഡ്രോണിക്കോസ് രണ്ടാമൻ ഞെട്ടിപ്പോയി. ഉസ്മാൻ വെറുമൊരു അതിർത്തി ശല്യമല്ല, മറിച്ച് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതിനെയാണ് നമ്മൾ ചരിത്രത്തിൽ ബാഫിയസ് യുദ്ധം എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ ഇസ്മിത് നഗരത്തിനടുത്തുള്ള ഒരു സമതലത്തിലാണ് ഈ ചരിത്രപ്രധാനമായ പോരാട്ടം നടന്നത്. ഇത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, മറിച്ച് ഉസ്മാൻ എന്ന പോരാളി ഒരു ഇന്റർനാഷണൽ സ്റ്റാർ ആയി മാറുന്ന നിമിഷമായിരുന്നു. ആലോചിച്ചു നോക്കൂ, അന്നത്തെ ലോകശക്തിയായ ബൈസന്റൈൻ ചക്രവർത്തി തൻ്റെ കൊട്ടാരത്തിലിരുന്ന് ഒരു സൈനിക നീക്കം പ്ലാൻ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് അയൽപ്പക്കത്തെ ടെക്ഫർമാരെ പോലെ ചെറിയ കളികൾ കളിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. ഏകദേശം 2000 പേരുള്ള ഒരു പ്രൊഫഷണൽ സൈന്യത്തെ അദ്ദേഹം അയച്ചു. ഇതിന് നേതൃത്വം നൽകിയത് ജോർജ് മൗസലോൺ എന്ന സൈന്യാധിപനായിരുന്നു. മൗസലോൺ
പാവം മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം വിചാരിച്ചത് തങ്ങളുടെ പരിശീലനം സിദ്ധിച്ച സൈന്യത്തിനു മുന്നിൽ ഈ നാടോടി പോരാളികൾ പേടിച്ചു ഓടുമെന്നാണ്. എന്നാൽ ഉസ്മാൻ പയറ്റിയത് മറ്റൊരു തന്ത്രമായിരുന്നു. അദ്ദേഹം തൻ്റെ അയൽപ്പക്കത്തുള്ള എല്ലാ തുർക്കി ഗോത്രങ്ങളെയും ഒന്നിപ്പിച്ചു. ഇതെൻ്റെ മാത്രം പോരാട്ടമല്ല, ഇത് നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് അദ്ദേഹം അവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെ 5000-ഓളം വരുന്ന കുതിരപ്പടയാളികളുമായി ഉസ്മാൻ ബാഫിയസിലെ മൈതാനത്ത് നിലയുറപ്പിച്ചു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള ആ നിമിഷമൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരു വശത്ത് വെട്ടിത്തിളങ്ങുന്ന കവചങ്ങളും നീളമുള്ള കുന്തങ്ങളുമായി ചിട്ടയോടെ നിൽക്കുന്ന ബൈസന്റൈൻ കാതാട്പട, മറുവശത്ത് പൊടിപടലങ്ങൾക്കിടയിലൂടെ കുതിച്ചുപായുന്ന കാറ്റിൻ്റെ വേഗതയുള്ള ഉസ്മാന്റെ കുതിരപ്പടയാളികൾ. ഉസ്മാന്റെ പോരാളികൾക്ക് വലിയ കവചങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരുടെ കയ്യിൽ വില്ലും അമ്പും വേഗതയേറിയ കുതിരകളുമുണ്ടായിരുന്നു. ബൈസന്റൈൻ സൈന്യത്തിന് ഈ വേഗതയോട് മത്സരിക്കാൻ കഴിയില്ലായിരുന്നു. മൗസലോണിന്റെ സൈന്യം ചിട്ടയോടെ അണിനിരന്നെങ്കിലും ഉസ്മാന്റെ സൈന്യം മിന്നൽ വേഗത്തിൽ വന്ന് ആക്രമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതവരെ വല്ലാതെ കുഴപ്പിച്ചു. ആധുനിക കാലത്തെ ഒരു ക്രിക്കറ്റ് മാച്ചിൽ സ്ലോ ബോൾ എറിയുന്ന ബോളിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ബാറ്റ്സ്മാന് മുന്നിലേക്ക് 150 കിലോമീറ്റർ വേഗത്തിൽ ഒരു ബൗൺസർ വന്നാലുള്ള അവസ്ഥയായിരുന്നു മൗസലോണിൻ്റേത്. ഈ യുദ്ധത്തിനിടയിൽ ഉസ്മാന്റെ വ്യക്തിപരമായ സൈനിക മികവ് ലോകം കണ്ടു. അദ്ദേഹം വെറുതെ പിന്നിൽ നിന്ന് നിർദ്ദേശം നൽകുന്നൊരു നേതാവായിരുന്നില്ല, മറിച്ച് തൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയിൽ നിന്ന് പോരാടുന്ന വീരനായിരുന്നു. യുദ്ധക്കളത്തിലെ പൊടിപടലങ്ങൾക്കിടയിലൂടെ ഉസ്മാന്റെ വാൾ മിന്നൽ പിണർ പോലെ ചലിച്ചുകൊണ്ടിരുന്നു. ബൈസന്റൈൻ സൈന്യത്തിൻ്റെ ഓരോ നീക്കവും മുൻകൂട്ടി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മൗസലോൺ തൻ്റെ സൈന്യത്തെ വിന്യസിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഉസ്മാൻ അവരുടെ പ്രതിരോധ നിര തകർത്തിട്ടുണ്ടാകും. ഈ യുദ്ധത്തിൽ ബൈസന്റൈൻ സൈന്യം ദയനീയമായി പരാജയപ്പെട്ടു. സൈന്യാധിപനായ മൗസലോൺ തൻ്റെ ജീവനും കൊണ്ട് നിക്കോമീഡിയ കോട്ടയ്ക്കുള്ളിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ഈ വിജയം ഉസ്മാനെ വെറുമൊരു ഗോത്രതലവൻ എന്ന പദവിയിൽ നിന്ന് ഒരു വലിയ സൈനിക മേധാവി എന്ന പദവിയിലേക്ക് ഉയർത്തി. ബാഫിയസ് വിജയത്തിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ഏറെ കൗതുകകരം. ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ അഹങ്കാരം ഈ മണ്ണിൽ തകർന്നു വീണു. നിക്കോമീഡിയ നഗരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഉസ്മാന്റെ നിയന്ത്രണത്തിലായി. ഇത് കോൺസ്റ്റാന്റിനോപ്പിളിലെ ചക്രവർത്തിയെ ശരിക്കും ഭയപ്പെടുത്തി. കാരണം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഭക്ഷണമെത്തുന്ന പല വഴികളും ഈ പ്രദേശത്തിലൂടെയായിരുന്നു. ഭക്ഷണത്തിന് മുട്ടുവരുമെന്ന് കണ്ടപ്പോൾ നഗരത്തിലെ ജനങ്ങൾ പരിഭ്രാന്തരായി. അതോടൊപ്പം തന്നെ ബൈസന്റൈൻ ഗ്രാമങ്ങളിലെ ജനങ്ങൾ കൂട്ടത്തോടെ നഗരത്തിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. പിൽക്കാല ചരിത്രകാരനായ ജോർജ് പാച്ചിമെരേസ് അക്കാലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്മാൻ എന്ന പോരാളിയെക്കുറിച്ച് ബൈസന്റൈൻ ചരിത്രരേഖകളിൽ ആദ്യമായി പരാമർശിക്കുന്നത് ഇദ്ദേഹമാണ്. അതായത് ലോക ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ ഉസ്മാന്റെ പേര് ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടത് ഈ ബാഫിയസ് വിജയത്തോടെയാണ്. ഇവിടെയുള്ളൊരു പ്രധാന ചരിത്ര തർക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആധുനിക ചരിത്രകാരന്മാർ പറയുന്നത് ബാഫിയസ് യുദ്ധമാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നാണ്. 1299 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചെങ്കിലും ഒരു ലോകശക്തിയായി ഉസ്മാൻ അംഗീകരിക്കപ്പെട്ടത് ഈ യുദ്ധത്തിലൂടെയാണ്. അതുവരെ ഉസ്മാനെ വെറുമൊരു ആട്ടിടയമായി കണ്ടിരുന്നവർ ഇപ്പോൾ അദ്ദേഹത്തെ ബഹുമാനത്തോടെയും പേടിയോടെയും നോക്കാൻ തുടങ്ങി. ദൂരെയുള്ള മംഗോളിയക്കാരും ഈ വാർത്ത കേട്ടു. അനറ്റോളിയയിൽ പുതിയൊരു ശക്തി ഉദിച്ചുയരുന്നു എന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഉസ്മാൻ ഒരു തന്ത്രം കൂടി ഇവിടെ പ്രയോഗിച്ചു. യുദ്ധത്തിൽ ജയിച്ച ശേഷം ആ പ്രദേശം കൊള്ളയടിക്കുന്നതിന് പകരം അദ്ദേഹം അവിടുത്തെ കർഷകർക്ക് കൃഷി തുടരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തു. ഈ വിജയത്തോടെ ഉസ്മാന്റെ അടുത്തേറ്റ് വരുന്ന പോരാളികളുടെ എണ്ണം വർദ്ധിച്ചു. അനറ്റോളിയയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും യുവാക്കൾ ഉസ്മാന്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരക്കാൻ ഓടിയെത്തി. ഉസ്മാൻ വെറുമൊരു രാജാവല്ല, മറിച്ച് തങ്ങളുടെ വിധി മാറ്റാൻ വന്ന രക്ഷകനാണെന്ന് അവർ വിശ്വസിച്ചു. ബാഫിയസ് യുദ്ധത്തിനു ശേഷം ഉസ്മാന്റെ തന്ത്രങ്ങൾ കൂടുതൽ വിശാലമായി. അദ്ദേഹം ഇനി ചെറിയ കോട്ടകൾക്ക് പിന്നാലെയല്ല, മറിച്ച് ബർസ പോലുള്ള വലിയ നഗരങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. കുതിരപ്പുറത്തിരുന്ന് ദൂരേക്ക് നോക്കുമ്പോൾ ഉസ്മാൻ ഒരു കാര്യം ഉറപ്പിച്ചു കാണും: ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്, തൻ്റേത് ഉദിച്ചുയരുകയാണ്. നമുക്ക് കുറച്ച് നർമ്മം കലർത്തി പറയുകയാണെങ്കിൽ, ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ മൗസലോൺ ചക്രവർത്തിക്കയച്ച റിപ്പോർട്ട് എങ്ങനെയായിരിക്കും? പ്രഭോ, ഞങ്ങൾ ജയിക്കുമായിരുന്നു, പക്ഷേ അവരുടെ കുതിരകൾക്ക് ചിറകുകളുണ്ട്, വാളുകൾക്ക് ജീവനുണ്ട് എന്നൊക്കെ അദ്ദേഹം പതറിപ്പോയിട്ടുണ്ടാകാം. ലോകചരിത്രത്തിലെ ഏറ്റവും അപ്രതീക്ഷിതമായ തിരിച്ചടികളിൽ ഒന്നായിരുന്നു ബാഫിയസ്.
ഉസ്മാന്റെ ഈ സൈനിക മികവ് വെറും ബലപ്രയോഗമായിരുന്നില്ല, മറിച്ച് ശത്രുവിനെ മാനസികമായി തളർത്തുന്ന രീതി കൂടിയായിരുന്നു. ഈ വിജയത്തോടെ ഓട്ടോമൻ സാമ്രാജ്യമെന്ന വിത്ത് ഒരു വലിയ ചെടിയായി വളർന്നു കഴിഞ്ഞു. ഇനി അതൊരു മഹാമരമായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. ബാഫിയസിലെ ആ രക്തം പുരണ്ട മണ്ണ് പുതിയൊരു യുഗത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഉസ്മാന്റെ പേര് ഇനി രാജകൊട്ടാരങ്ങളിലും യുദ്ധക്കളങ്ങളിലും ഭയഭക്തിയോടെ മാത്രം മുഴങ്ങിക്കേൾക്കും. ഇനിയുള്ള യാത്ര കൂടുതൽ ആവേശകരമായ കീഴടക്കലുകളിലേക്കാണ്. ഉസ്മാൻ ഗാസിയുടെ ജീവിതത്തിൽ വാളും കുതിരയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആയുധം അദ്ദേഹത്തിൻ്റെ ക്ഷമയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ബാഫിയസ് യുദ്ധത്തിന് ശേഷം ഉസ്മാന്റെ പ്രശസ്തി കൊടുമുടിയിലെത്തിയെങ്കിലും അദ്ദേഹത്തിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളി ബാക്കിയുണ്ടായിരുന്നു. അതായിരുന്നു ബർസ നഗരം. ഇന്നത്തെ തുർക്കിയിലെ ഏറ്റവും മനോഹരവും പച്ചപ്പുള്ളതുമായ നഗരങ്ങളിലൊന്നാണ് ബർസ. അന്ന് ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ഏഷ്യൻ പ്രവിശ്യയിലെ ഏറ്റവും ശക്തമായ നഗരമായിരുന്നു അത്. ഉലൂദാഗ് മലനിരകളുടെ താഴ്വരയിൽ വലിയ മതിലുകളാൽ സംരക്ഷിക്കപ്പെട്ട ആ നഗരം കീഴടക്കുക എന്നത് ഉസ്മാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എന്നാൽ ഉസ്മാൻ ഇപ്പോൾ പഴയ ആവേശക്കാരനായ യുവാവല്ല. അദ്ദേഹത്തിൻ്റെ താടി നരച്ചു തുടങ്ങിയിരിക്കുന്നു. വർഷങ്ങളോളം നീണ്ട പോരാട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അടയാളങ്ങൾ വീഴ്ത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഉസ്മാന്റെ മകനായ ഓർഹാനെ ചരിത്രത്തിൻ്റെ മുൻനിരയിൽ കാണുന്നത്. ബർസ നഗരം കീഴടക്കാൻ ഉസ്മാൻ പയറ്റിയത് വളരെ വ്യത്യസ്തമായൊരു തന്ത്രമായിരുന്നു. വലിയ മതിലുകൾ തകർക്കാൻ തൻ്റെ കയ്യിൽ ആവശ്യത്തിന് യന്ത്രങ്ങളില്ലെന്ന് ഉസ്മാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നഗരത്തെ പട്ടിണിക്കിടാൻ തീരുമാനിച്ചു. ഇതിനെയാണ് ചരിത്രത്തിൽ ബർസ ഉപരോധം എന്ന് വിളിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, ഒരു നഗരത്തിന് പുറത്ത് 10 വർഷത്തോളം കാവൽ നിൽക്കുക എന്നത് എത്രമാത്രം മടുപ്പിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരു വൈഫൈ കണക്ഷൻ 10 മിനിറ്റ് കട്ടായാൽ നമ്മൾ അസ്വസ്ഥരാകും. എന്നാൽ ഉസ്മാന്റെ പോരാളികൾ വർഷങ്ങളോളം ആ നഗരത്തിന് ചുറ്റും തമ്പടിച്ചു. നഗരത്തിലേക്കുള്ള എല്ലാ വഴികളും ഉസ്മാൻ തടഞ്ഞു. ഇതിനായി അദ്ദേഹം നഗരത്തിനു പുറത്ത് 2 വലിയ ഗോപുരങ്ങൾ പണിതു. ഒന്ന് അക്തിമൂർ എന്നും മറ്റൊന്ന് ബാലബാൻസിക് എന്നും അറിയപ്പെട്ടു. ഈ ഗോപുരങ്ങളിൽ ഇരുന്നുകൊണ്ട് ഉസ്മാന്റെ സൈനികർ നഗരത്തിലേക്ക് ഒരു ധാന്യം പോലും കയറുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. ഈ 10 വർഷത്തിനിടയിൽ ഉസ്മാന്റെ ആരോഗ്യം പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങി. നിക്രിസ് എന്നറിയപ്പെടുന്ന ഒരു രോഗം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. കാലിലെ വേദന കാരണം അദ്ദേഹത്തിന് കുതിരപ്പുറത്ത് കയറാൻ പോലും ബുദ്ധിമുട്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോഴും യുദ്ധക്കളത്തിലായിരുന്നു. തൻ്റെ മകൻ ഓർഹാനെ അദ്ദേഹം ഒരു മികച്ച പോരാളിയായി വളർത്തിയെടുത്തു. ഓർഹാൻ വെറുമൊരു രാജകുമാരനായിട്ടല്ല, മറിച്ച് തൻ്റെ പിതാവിൻ്റെ ഓരോ ചുവടുവെപ്പും പതിച്ചുകൊണ്ടാണ് വളർന്നത്. ഉസ്മാൻ തൻ്റെ മകനോട് പറഞ്ഞു, മകനെ, ബർസ വെറുമൊരു നഗരമല്ല, അത് നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ ഹൃദയമാകണം. പിതാവിൻ്റെ ഈ ആഗ്രഹം നിറവേറ്റാൻ ഓർഹാൻ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ചു. ബർസയിലെ ടെക്ഫർ തൻ്റെ കോട്ടയ്ക്കുള്ളിലിരുന്ന് സഹായത്തിനായി കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവിടെയുള്ള ചക്രവർത്തിക്ക് സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെ സമയമില്ലായിരുന്നു. നമുക്കൊന്ന് സങ്കൽപ്പിക്കാം ബർസ നഗരത്തിനുള്ളിലെ അവസ്ഥ. പുറത്ത് ഉസ്മാന്റെ പതാകകൾ കാറ്റിലാടുന്നത് അവർക്ക് ജനലിലൂടെ കാണാം. വിപണിയിൽ ഭക്ഷണ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. പതുക്കെ പതുക്കെ നഗരവാസികൾക്ക് മനസ്സിലായി തങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ലെന്ന്. ഉസ്മാൻ ഇവിടെയും ഒരു കൗശലം കാണിച്ചു. അദ്ദേഹം നഗരത്തിനുള്ളിലുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവനും സ്വത്തിനും ഞാൻ ഗ്യാരണ്ടി നൽകാം. ഈ വാഗ്ദാനം നഗരവാസികൾക്കിടയിൽ വലിയ ചർച്ചയായി. പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് നീതിമാനായ ഉസ്മാന്റെ ഭരണത്തിന് കീഴിൽ കഴിയുന്നതാണെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഈ കാത്തിരിപ്പാണ് ഉസ്മാന്റെ വിജയരഹസ്യം. ശത്രുവിനെ ആയുധം കൊണ്ട് തകർക്കുന്നതിനേക്കാൾ മുൻപ് അവരുടെ ആത്മവിശ്വാസം തകർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. 1326 ആയപ്പോഴേക്കും ബർസ നഗരത്തിൻ്റെ പതനം പൂർണ്ണമായി. നഗരത്തിലെ ഗവർണർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഓർഹാനുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറായി. 30,000 സ്വർണ്ണ നാണയങ്ങൾ നൽകിയാൽ താൻ നഗരം വിട്ടുപോകാമെന്ന് അദ്ദേഹം അറിയിച്ചു. ഓർഹാൻ ആ നിബന്ധന സ്വീകരിച്ചു. രക്തച്ചൊരിച്ചിലില്ലാതെ ആ വലിയ നഗരം ഉസ്മാന്റെ കൈകളിലെത്തി. ഓർഹാൻ തൻ്റെ പിതാവിനെ ഈ വാർത്ത അറിയിക്കാൻ ഓടിയെത്തി. അന്ന് ഉസ്മാൻ തൻ്റെ മരണക്കിടക്കയിലായിരുന്നു. സോഗുട്ടിലെ ആ ചെറിയ വീട്ടിൽ വേദനയോടെ കിടന്നിരുന്ന ഉസ്മാന്റെ കാതുകളിൽ മകന്റെ വാക്കുകൾ അമൃതുപോലെ തോന്നിയിട്ടുണ്ടാകാം. താൻ ഇത്രയും കാലം സ്വപ്നം കണ്ട ആ വലിയ നഗരം ഒടുവിൽ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ഉസ്മാൻ തൻ്റെ അവസാന നിമിഷങ്ങളിൽ ഓർഹാനെ അരികിലേക്ക് വിളിച്ചു. അവിടെ വെച്ച് അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ ഓട്ടോമൻ ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ട രേഖകളിലൊന്നാണ്. മകനെ,
ഒരിക്കലും നീതിയിൽ നിന്ന് വ്യതിചലിക്കരുത്. പണ്ഡിതന്മാരെ ബഹുമാനിക്കുക, സൈനികരെ സ്നേഹിക്കുക. നിന്റെ അധികാരം ദൈവത്തിൻ്റെ ദാനമാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഒരു പിതാവ് മകന് നൽകുന്ന വെറും ഉപദേശമായിരുന്നില്ല അത്, മറിച്ച് ഒരു മഹാസാമ്രാജ്യത്തിന് എങ്ങനെ മുന്നോട്ടു പോകണം എന്നതിനായുള്ള രൂപരേഖയായിരുന്നു. ഉസ്മാന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ ബർസയിലെ സിൽവർ ഡോം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അടക്കം ചെയ്യാൻ ഓർഹാൻ തീരുമാനിച്ചു. ബർസ പിടിച്ചടക്കിയതോടെ ഓട്ടോമൻ സാമ്രാജ്യത്തിന് അവരുടെ ആദ്യത്തെ യഥാർത്ഥ തലസ്ഥാനം ലഭിച്ചു. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കമുണ്ട്. ഉസ്മാൻ ബർസയുടെ വിജയം നേരിട്ട് കണ്ടോ അതോ വാർത്ത കേട്ട ഉടനെ മരിച്ചോ എന്ന്. ഏതായാലും ആ നഗരം ഉസ്മാന്റെ പേരിനൊപ്പം എന്നും ചേർത്തു വായിക്കപ്പെടും. ഉസ്മാൻ എന്ന പേരിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര സോഗുട്ടിലെ കൂടാരങ്ങളിൽ നിന്ന് ബർസയിലെ കൊട്ടാരങ്ങളിലേക്ക് വളർന്നു. ഒരു സാധാരണ ഗോത്രത്തലവൻ എങ്ങനെയാണ് ഒരു ലോകശക്തിയുടെ പിതാവായതെന്ന് ബർസയുടെ വിജയം നമുക്ക് കാണിച്ചു തരുന്നു. ഉസ്മാൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ സ്വർണശേഖരമോ ആഡംബര വസ്തുക്കളോ ഉണ്ടായിരുന്നില്ല. ആകെയുണ്ടായിരുന്നത് ഒരു വാള്, ഒരു വസ്ത്രം, പിന്നെ കുറച്ച് കുതിരകളും ആടുകളും മാത്രമായിരുന്നു. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഇത്രയും ലളിതമായ ജീവിതം നയിച്ചു എന്നത് ഏതൊരു ഭരണാധികാരിക്കും ഒരു വലിയ പാഠമാണ്. നമുക്ക് കുറച്ച് നർമ്മം കലർത്തി ആലോചിച്ചാൽ ആ 10 വർഷത്തെ ഉപരോധത്തിനിടയിൽ ഉസ്മാന്റെ ആൽപ്പുകൾ അവിടെ ഇരുന്ന് എത്ര ചായ കുടിച്ചു തീർത്തിട്ടുണ്ടാകും, എത്ര കഥകൾ പറഞ്ഞു തീർത്തിട്ടുണ്ടാകും. ആ കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ. പെട്ടെന്ന് കിട്ടുന്ന വിജയത്തേക്കാൾ കാലങ്ങളോളം പരിശ്രമിച്ച് നേടുന്ന വിജയത്തിന് മധുരം കൂടുതലാണെന്ന് ഉസ്മാൻ തെളിയിച്ചു. ബർസയിലെ ആ വലിയ മതിലുകൾക്ക് മുന്നിൽ ഉസ്മാന്റെ ക്ഷമ ജയിച്ചു. അദ്ദേഹത്തിൻ്റെ ദർശനം ഒർഹാനിലൂടെ ഉയരങ്ങളിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഉസ്മാന്റെ കഥ ഇവിടെ ഒരു ഘട്ടം പൂർത്തിയാക്കുകയാണ്. പക്ഷേ അദ്ദേഹം കൊളുത്തിയ ആ ദീപം വരും നൂറ്റാണ്ടുകളിൽ ലോകം മുഴുവൻ പ്രകാശിക്കാൻ പോകുന്നതേയുണ്ടായിരുന്നുള്ളൂ. ബർസയിലെ ആ തണുത്ത കാറ്റിൽ ഇന്നും ഉസ്മാൻ ഗാസിയുടെ ഓർമ്മകൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഉസ്മാൻ ഗാസിയുടെ ജീവിതയാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായൊരു കണക്കെടുപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണയായി ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ച രാജാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ സ്വർണശേഖരവും രത്നങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ഉണ്ടാകുമല്ലോ. എന്നാൽ ഉസ്മാന്റെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ തൻ്റെ മകൻ ഓർഹാന് കൈമാറിയത് കുറച്ച് സാധനങ്ങൾ മാത്രമായിരുന്നു. അതെന്തൊക്കെയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ ചിരിച്ചുപോയേക്കാം. ഒരു തടി കൊണ്ടുള്ള ഉപ്പുപാത്രം, ഒരു സ്പൂൺ, ഒരു ജോഡി ബൂട്ട്, പരുത്തി കൊണ്ട് നെയ്ത കുറച്ച് വസ്ത്രങ്ങൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ കുതിരയും ഏതാനും ആടുകളും. ഇതായിരുന്നു ഒരു ലോകശക്തിയുടെ സ്ഥാപകൻ തൻ്റെ പിൻഗാമിക്കായി കരുതിവെച്ച ബാങ്ക് ബാലൻസ്. ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കമ്പനിയുടെ മാനേജർ പോലും ആഗ്രഹിക്കുന്ന ആഡംബരങ്ങളില്ലാതെയാണ് ഉസ്മാൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അധികാരം തൻ്റെ പോക്കറ്റിലല്ല, മറിച്ച് തൻ്റെ ജനങ്ങളുടെ നന്മയിലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ലളിതമായ ജീവിതശൈലിയാണ് ഉസ്മാനെ ഒരു ഐതിഹാസിക പുരുഷനാക്കി മാറ്റിയത്. അദ്ദേഹം മരിക്കുമ്പോൾ തൻ്റെ മകനോട് പറഞ്ഞു, എൻ്റെ ശവകുടീരത്തിൽ വലിയ അലങ്കാരങ്ങൾ വേണ്ട, പകരം എൻ്റെ സ്വപ്നമായ ആ നീതിയുടെ മരം എപ്പോഴും പച്ചപ്പോടെ നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഉസ്മാന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. അദ്ദേഹം പടുത്തുയർത്തിയത് വെറുമൊരു രാജവംശമല്ല, മറിച്ച് ഒരു സംസ്കാരമാണ്. ഉസ്മാന്റെ മരണത്തിന് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഉസ്മാന്റെ വാൾ അണിയുന്ന ചടങ്ങായിരുന്നു. വരും നൂറ്റാണ്ടുകളിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഓരോ പുതിയ സുൽത്താനും അധികാരമേറ്റെടുക്കുമ്പോൾ ഈ വാൾ ധരിക്കണമായിരുന്നു. ഇത് വെറുമൊരു ആചാരമല്ല, മറിച്ച് ഉസ്മാന്റെ നീതിയുടെ പാരമ്പര്യം താൻ തുടരുമെന്ന പ്രതിജ്ഞയായിരുന്നു. കിരീടധാരണത്തിനു പകരം വാൾ ധരിക്കുന്ന ഈ രീതി ഓട്ടോമൻ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. ഒരു ചരിത്രപരമായ കൗതുകം ഇവിടെ പറയേണ്ടതുണ്ട്. ഉസ്മാന്റെ പേരെങ്ങനെയാണ് ഓട്ടോമനായത്? വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉസ്മാൻ എന്നായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച സാമ്രാജ്യം ഉസ്മാൻലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭാഷകളിൽ ഉസ്മാൻ എന്നത് ഒട്ടോമൻ എന്ന് ഉച്ചരിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ലോകം മുഴുവൻ ഈ സാമ്രാജ്യത്തെ ഓട്ടോമൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഒരുപക്ഷെ ഉസ്മാൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ പേരിന് വന്ന ഈ മാറ്റം കണ്ട് ചിരിക്കുമായിരുന്നു. താൻ സോഗുട്ടിയെ കൂടാരത്തിലിരുന്നു കണ്ട സ്വപ്നം 3 ഭൂഖണ്ഡങ്ങളിലേക്ക് പടരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഒരു ചെറിയ വിത്ത് എങ്ങനെയാണ് പാറക്കെട്ടുകൾ പിളർന്ന് പുറത്തു വരുന്നതെന്ന് ഉസ്മാൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഉസ്മാൻ യഥാർത്ഥത്തിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ തന്നെയാണോ ലക്ഷ്യമിട്ടത്, അതോ അതൊരു സ്വാഭാവികമായ വളർച്ചയായിരുന്നോ എന്ന്.
ചിലപ്പോൾ അദ്ദേഹം വെറുമൊരു ഗോത്രത്തലവനായി മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. സാഹചര്യം അദ്ദേഹത്തെ ഒരു രാജാവാക്കി മാറ്റിയതാകാം എന്ന് ചില പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നു. എന്നാൽ ഉസ്മാന്റെ ഓരോ ചുവടുവെപ്പും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഫലമായിരുന്നുവെന്ന്. അയൽക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിലും നീതി നടപ്പിലാക്കുന്നതിലും അദ്ദേഹം കാണിച്ച വേഗത അസാമാന്യമായിരുന്നു. ഉസ്മാൻ തന്റെ ജീവിതകാലത്തൊരിക്കലും ഒരു വലിയ കൊട്ടാരത്തിൽ താമസിച്ചിട്ടില്ല. സൂഗുട്ടിലെ തന്റെ പഴയ വീടിനോട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. ആ മണ്ണിലെ മണവും കാറ്റുമാണ് തന്നെ പോരാളിയാക്കിയതെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. ഉസ്മാൻ ഗാസി മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ആ മണ്ണിൽ നിന്ന് മാഞ്ഞുപോയില്ല. അദ്ദേഹം പാകിയ ആ വിത്ത് 6 നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു മഹാമരമായി വളർന്നു. യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും ആ മരത്തിന്റെ തണലിന് കീഴിലായി. ഉസ്മാന്റെ മകൻ ഓർഹാനും പിന്നീട് വന്ന മുരാദും മെഹമ്മദുമെല്ലാം ഉസ്മാന്റെ ആ ലളിതമായ പാഠങ്ങളാണ് പിന്തുടർന്നത്. ഇന്ന് നമ്മൾ ബർസയിലെ ഉസ്മാന്റെ ശവകുടീരം സന്ദർശിച്ചാൽ അവിടെ വലിയ സ്വർണ്ണക്കെട്ടികളോ ആഡംബരങ്ങളോ കാണില്ല. പകരം ഒരുതരം ശാന്തിയും ആത്മവിശ്വാസവുമാണ് അവിടെയുള്ളത്. ഒരു സാധാരണ മനുഷ്യന് തന്റെ ലക്ഷ്യബോധം കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ആ ശവകുടീരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉസ്മാൻ എന്ന പേര് ഇന്ന് വെറുമൊരു രാജാവിൻ്റേതല്ല, മറിച്ച് ഒരു ജനതയുടെ ആവേശമാണ്. കുറുലൂഷ് ഉസ്മാൻ പോലുള്ള പരമ്പരകൾ ഇന്ന് ലോകമെന്നും ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം അന്ന് കാണിച്ച ആ ധീരതയുടെയും നീതിയുടെയും കഥകൾ ഇന്നും പ്രസക്തമായതുകൊണ്ടാണ്. നമുക്കിനി പതുക്കെ നമ്മുടെ കഥയുടെ അവസാനത്തിലേക്ക് നീങ്ങാം. പുറത്ത് കാറ്റ് പതുക്കെ വീശുന്നുണ്ടാകാം. മരച്ചില്ലകൾ തമ്മിൽ ഉരസുന്ന ശബ്ദം കേൾക്കാം. ഉസ്മാൻ തന്റെ കുതിരപ്പുറത്തിരുന്ന് മലനിരകൾ കടന്നുപോകുന്നത് സങ്കൽപ്പിച്ചു നോക്കൂ. ആ കുളമ്പടി ശബ്ദങ്ങൾ പതുക്കെ പതുക്കെ ദൂരേക്ക് മറയുകയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ നമ്മളിപ്പോൾ സമാധാനമായിരിക്കുകയാണ്. ഉസ്മാന്റെ പോരാട്ടങ്ങളും വിജയങ്ങളുമെല്ലാം ചരിത്രത്തിന്റെ താളുകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ആ വലിയ മരം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തണൽ വിരിച്ചു നിൽക്കുന്നുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ ധൈര്യത്തോടെ നേരിടണമെന്ന് ഉസ്മാൻ നമുക്ക് പറഞ്ഞു തന്നു. വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വലിയ കൊട്ടാരങ്ങളല്ല, മറിച്ച് വലിയൊരു മനസ്സാണ് ആവശ്യമെന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. പുകയുന്ന കൂടാരങ്ങളിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് വളർന്ന ആ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. രാത്രിയുടെ തണുപ്പും നിശബ്ദതയും നിങ്ങളെ പൊതിയട്ടെ. ശ്വാസം പതുക്കെ ഉള്ളിലേക്കെടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ഉസ്മാൻ ഗാസിയുടെ ആ പച്ചപ്പുള്ള താഴ്വരകളിൽ നിങ്ങൾ പതുക്കെ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. പുല്ലുകളിൽ തട്ടി കാറ്റ് കടന്നു പോകുന്ന ശബ്ദം മാത്രം. നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആശങ്കകളും ആ കാറ്റിൽ പറന്നു പോകട്ടെ. നിങ്ങൾ സുരക്ഷിതരാണ്, സമാധാനത്തിലാണ്. നാളത്തെ പുതിയ പുലരിയിലേക്ക് ഉന്മേഷത്തോടെ ഉണരാൻ ഈ ഉറക്കം നിങ്ങളെ സഹായിക്കട്ടെ. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഉസ്മാന്റെ കഥ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ആ മരത്തിന്റെ തണലിൽ വിശ്രമിക്കുന്ന ഒരു പാവം യാത്രികനെ പോലെ നിങ്ങളിപ്പോൾ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. സമാധാനമായി ഉറങ്ങുക. ലോകം മുഴുവൻ ഇപ്പോൾ ശാന്തമാണ്. ആകാശത്തെ നക്ഷത്രങ്ങൾ നിങ്ങൾക്കായി കാവൽ നിൽക്കുന്നു. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാനൊരു നല്ലൊരു ശുഭരാത്രി നേരുന്നു.